മലയാള സിനിമയിൽ ഒരു വില്ലനെ നോക്കി ഇവൻ കൊള്ളാലോ എന്ന് നാട്ടുകാർ പറഞ്ഞത് 1980 മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ സാക്ഷാൽ ലാലേട്ടനെ നോക്കിയിട്ടാണ്. പിന്നീട് അങ്ങനെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരാളെ നോക്കി അങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു 1-2 വർഷമൊക്കെ ആയിട്ടുള്ളൂ. നമസ്കാരം, റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിന്റെ സമയം. ഇവിടെ ഞാൻ ശാലിനി. അതെ, ഒരു പക്കാ വില്ലനിൽ നിന്ന് നായകനിലേക്കുള്ളൊരു ചുവടുമാറ്റമായിരുന്നു സാക്ഷാൽ ലാലേട്ടന്റെ. പക്ഷേ ഇന്നിപ്പോ സ്പോട്ട്ലൈറ്റിൽ എന്റെ ഗസ്റ്റ് സൈഡ് റോളിൽ നിന്ന് വില്ലനായി പതുക്കെ പതുക്കെ നായകനായി. ഇന്നാളൊരു പക്കാ നായകൻ തന്നെയായിട്ടാണ് കേട്ടോ സ്പോട്ട്ലൈറ്റിന്റെ ഗസ്റ്റ് സീറ്റിലിരിക്കുന്നത്. ആൻഡ് ഹി ഈസ് ടൊവിനോ തോമസ്. യെസ്, ടൊവിനോ തോമസ്. വെൽക്കം ടു സ്പോട്ട്ലൈറ്റ്. ഹായ് ശാലിനി. എന്താ ഭയങ്കര ക്ഷീണം? ഓടി നടന്ന് പടം പ്രൊമോട്ട് ചെയ്യില്ലേ ആൾക്കാർക്ക്. ഞാൻ ഈ അഭിനയിച്ച പടം ഇറങ്ങുന്നത് അറിഞ്ഞില്ല എന്നുള്ളൊരു പരാതി പിന്നീട് പറയാൻ പാടില്ല. അത് ശരിയാ, ചിലർ പറയൂട്ടോ നായകൻ എവിടെയും കണ്ടില്ലല്ലോ പ്രൊമോഷൻ എന്ന് പറയിപ്പിക്കരുത് അല്ലേ. എന്നെ തട്ടി തടഞ്ഞിലൂടെ ആൾക്കാർക്ക് പോകാൻ പറ്റുന്നുണ്ടാവില്ല. എവിടെ പോയാലും ഞാനാണ് ഇപ്പൊ. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഓടി നടന്ന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ പടം. അതെനിക്കും തോന്നി. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ പലപ്പോഴും കോഴിക്കോടാണ് ഒരു ദിവസം, പിന്നെ കണ്ണൂരാണ്, പിന്നെ എവിടെ മൂവാറ്റുപുഴ. ഇപ്പൊ എവിടെ മൂവാറ്റുപുഴ അല്ലേ? മൂവാറ്റുപുഴ വന്നിങ്ങനെ ഇരിക്കുകയാണ്. പെരുമ്പാവൂരും മൂവാറ്റുപുഴയൊക്കെ കഴിഞ്ഞ ദിവസം പോയി വന്നിരുന്നു. അതായത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഒരു സിനിമ ഇറങ്ങിയപ്പോ അതിന് ആ സിനിമയുടെ പേര് ഗപ്പി. അതെ, ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞപ്പോ ആൾക്കാർ കണ്ടില്ല. പിന്നീട് DVD ഇറങ്ങി കഴിഞ്ഞപ്പോ കുറെ ആൾക്കാർ വലിയ കണ്ടുപിടുത്തമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സിനിമയുടെ പ്രൊമോഷൻ കുറഞ്ഞു പോയതാണ് കാരണമെന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ ആ സിനിമയ്ക്ക് പ്രൊമോഷൻ കുറവൊന്നുമല്ലായിരുന്നു. ഇഷ്ടംപോലെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ട്രെയിലറിനും നല്ല റീച്ച് കിട്ടിയതായിരുന്നു. അപ്പൊ ആ സിനിമ ഇറങ്ങിയത് അറിയാത്തവരൊന്നല്ല പോവാതിരുന്നത്. ആ സിനിമ കാണാൻ ആ സമയത്ത് എന്തോ അവർക്ക് തോന്നിയില്ല, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്. പിന്നെ ഞാൻ കേട്ട ഒരു കോമൺ റീസൺ എന്ന് പറഞ്ഞാൽ അത് കുട്ടികളുടെ പടമാണെന്ന് വെച്ചാൽ കാണാൻ പോവാതിരുന്നു എന്നൊക്കെയാണ്. എന്താ കുട്ടികളുടെ പടം അത്ര മോശമാണോ? കുട്ടികളുടെ പടം കാണാൻ പോകണ്ടേ? നമ്മളൊക്കെ ഒരു കാലത്ത് കുട്ടികളായിരുന്നില്ലേ? അപ്പൊ അങ്ങനെയൊക്കെയാണ്. അതുപോലെ കുടുംബ പടമാണെന്ന് കരുതിയില്ലാന്ന്. അപ്പൊ ഒരു പടം കാണുന്നതിന് മുമ്പ് മുൻവിധിയോടെ ഒരു സിനിമയെ സമീപിക്കുന്നത് മോശമാണ്. പക്ഷെ ഇനിയിപ്പോ അങ്ങനെ ഒരു പരാതി വേണ്ട എന്ന് വിചാരിച്ചിട്ട് ആവശ്യത്തിന് പ്രൊമോഷൻ ചെയ്ത സിനിമയായിരുന്നു ഗപ്പി. അപ്പോ ഇനി മെക്സിക്കൻ അപാരത്ത് ഇറങ്ങുമ്പോ പ്രൊമോഷൻ ഇല്ലാത്തതിന്റെ പേരിൽ വരാതിരിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ആവശ്യത്തിൽ കൂടുതൽ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നായകൻ തന്നെ മുണ്ടും മുറുക്കി കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് പ്രൊമോഷന് വേണ്ടിയിട്ട്. പിന്നെ ആര് ചെയ്യും? ഈ ഒരു ജേർണി ഇപ്പൊ 2012 ടൊവിനോ തുടങ്ങിയത് സിനിമയില്. 2012 പ്രഭുവിന്റെ മക്കളിലൂടെ. 2012 ജനുവരി 28 ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുന്നത്. കൃത്യമായിട്ട് ഓർത്ത് വെച്ചിട്ടുണ്ടോ? എനിക്ക് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ഡേറ്റ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അന്ന് ആദ്യമായിട്ട് കിട്ടിയ ശമ്പളമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിഫലമൊക്കെ ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് കിട്ടിയ ശമ്പളം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എത്രയാ? ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ചല്ലേ, ഒന്നും കിട്ടിയില്ലായിരുന്നു. സത്യം. ഇത്രയും പ്രൊമോഷന് വേണ്ടിയിട്ട് നാട് നീളെ പോണോണ്ട് തന്നെ എങ്ങനെ ആൾക്കാരെ കാണുമ്പോ ഒരു ആൾക്കാരൊക്കെ കൈയടിക്കുന്നൊക്കെ ഉണ്ടോ നായകനെ കാണുമ്പോ? എനിക്കും ഈ പറഞ്ഞ പോലെ മറ്റേ അവസ്ഥയാണ്. ഇത് എനിക്ക് ഭ്രാന്തായതാണോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ? അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരുപക്ഷെ ഞാൻ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം എനിക്കിപ്പോ കിട്ടുന്നുണ്ടെന്ന് ഒരു തോന്നലുണ്ട്. പക്ഷെ അതിൽ സന്തോഷമുള്ളൂ. സ്നേഹിച്ചോളൂ. ഞാൻ ആ അർഹതയിലേക്ക് എപ്പോഴെങ്കിലും എത്തിക്കൊള്ളാം. ഒരു മെക്സിക്കൻ അപാരത എന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിലുള്ള ക്യൂ കാണുമ്പോൾ അറിയാം ഈ ആളെ സാക്ഷാൽ ടൊവിനോനെ ആൾക്കാർ എത്രമാത്രം സ്നേഹിക്കേണ്ടതല്ലേ. കോളേജിലൊക്കെ പോയിട്ട് വന്ന വേഷമാണോ ഇപ്പൊ എന്റെ മുന്നിലിരിക്കണേ? അതെ, ഇത് ഈ ടീഷർട്ട് സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ ടൈറ്റ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ മറ്റേ ലോഹ പോലെ ആയിട്ടുണ്ട്. ഇപ്പൊ മസിലൊക്കെ ഉണ്ടോ ആവശ്യത്തിന്? അതൊക്കെ ആവശ്യത്തിന്. ഫിറ്റ് ആയല്ലേ? ഗോദ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിട്ട് ഷൈജന്റെ അടുത്താണോ പോയത്? അതെ, പരിചയമുണ്ടോ ഷൈജന്? പിന്നെ എനിക്ക് നിങ്ങളുടെയൊക്കെ പിന്നാലെ നിങ്ങൾ എന്ത് ചെയ്യുന്നത് നോക്കി നടക്കലല്ലേ ജോലി? പോലീസിലായിരുന്നു അതുകൊണ്ട്. ഷൈജൻ നല്ലൊരു ട്രെയിനറാണ്. അത് കണ്ണി ചോറില്ലാത്ത ട്രെയിനറാണ് ഞാൻ പറയാറ്. കാര്യം എന്താ വെച്ചാൽ ചില ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം 6 മണി വരെ ഷൂട്ടുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ ജിം അടയ്ക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഓടിച്ചെന്ന് എങ്ങനെയും വർക്കൗട്ടൊക്കെ ചെയ്യുമായിരുന്നു. പ്രത്യേകിച്ച് ഗപ്പിയുടെ സമയത്താണ് ഗോദയ്ക്ക് വേണ്ടി വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മോശം കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഈ ബോളിവുഡ് ഹോളിവുഡ് നടന്മാരൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കാളും ബെറ്റർ ജോബല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം അവർക്ക് കിട്ടുന്നതിന്റെ 100-1 ശമ്പളത്തിൽ അല്ലെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ ശമ്പളത്തിൽ അവർക്ക് കിട്ടുന്ന അത്രയും കുറഞ്ഞ പോപ്പുലാരിറ്റിയിൽ 2 വർഷമൊക്കെ സമയം കിട്ടുന്ന അവരുടെ മുമ്പിൽ 2 മാസം കൊണ്ടൊക്കെ നമ്മൾ ഈ ഓവർ ടൈം വർക്ക് ചെയ്തിട്ടാണ്, അതായത് ഉറക്കത്തിൽ നിർത്തിട്ടാണ് നമ്മൾ വർക്കൗട്ടിന് കൊടുക്കുന്നത്. അതാ ഞാൻ പറഞ്ഞു വന്നത്. ഷൈജൻ രാവിലെ 4 മണിക്കൊക്കെ തന്നെ പൊക്കിക്കൊണ്ട് പോകും. ചിലപ്പോൾ രാവിലെ 9 മണിക്ക് ജിം അടയ്ക്കും. രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 9 മണി വരെ ഷൂട്ടുള്ള ദിവസമാണെങ്കിൽ ആ 6 മണിക്ക് മുമ്പ് ഞാൻ ജിമ്മിൽ പോയിട്ട് വേണം ഷൂട്ടിന് പോകാനായിട്ട്. ഞാൻ രാത്രി 12 മണിക്ക് മുമ്പ് ഉറങ്ങാറില്ല. എനിക്ക് ഉറങ്ങിയത് എന്റെ ഓർമ്മയിലില്ല. ഈ അടുത്തൊന്നും ഷൈജൻ വന്ന് കുത്തിപ്പൊക്കി എന്നെ കൊണ്ടുപോകും. അപ്പൊ പോകുന്ന വഴിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ബോധം കെട്ട് വീണ പോലെ അഭിനയിച്ചാലെന്നൊക്കെ വിചാരിക്കും. അത് കണ്ട് പാവം തോന്നിട്ടെങ്കിൽ എന്നെ വെറുതെ വിട്ടാലോ എന്ന്. പക്ഷെ ജിമ്മിലേക്ക് എത്തുന്നത് വരെ ഞാൻ ഇതുപോലുള്ള കുറെ ഐഡിയാസ് ആലോചിക്കും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട്. പക്ഷെ ജിമ്മിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്റെ അതിഭയങ്കരമായിട്ടുള്ള മടിയെ അതിജീവിച്ചിട്ടാണ് ഞാൻ ജിമ്മിലേക്ക് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും
പോണ്ടോ? എല്ലാ ദിവസവും പോകാൻ പറ്റുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഞാൻ ഫിറ്റ് ആയിരിക്കണം സിനിമയിൽ. പക്ഷെ ആർക്കും വർക്കൗട്ടിന് സമയം തരാൻ വയ്യ. അപ്പൊ എനിക്ക് ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ ഉടനെ അത് അധികം വൈകാതെ ചത്തു പോകുന്നുള്ള കാരണം കൊണ്ട് ഞാൻ ഉറക്കത്തിന് ഇപ്പൊ സമയം കണ്ടെത്താറുണ്ട്. മുടി വെട്ടിയിട്ട് എത്ര നാളായി? മുടി ഞാൻ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് വെട്ടാറുള്ളൂ, അല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ മറ്റേ വെട്ടി ഒരുക്കി അങ്ങനെ 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 നടക്കുന്ന ആളല്ല. എനിക്ക് അങ്ങനെ എന്നെ അങ്ങനെ ഭയങ്കര വൃത്തിയായിട്ടൊക്കെ മറ്റേ ഫുൾ മുടിയൊക്കെ വെട്ടി ചീകി ഒതുക്കി താടിയൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ കാണുന്നത് എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ ആയിരിക്കും. അല്ലാതെ ചുമ്മാ ഇവിടെ പച്ചക്കറി വാങ്ങാൻ പോകുമ്പോഴൊക്കെ മറ്റേ ഷൂ കിട്ടും അങ്ങനത്തെ ആളല്ല ഞാൻ. ടൊവിനോനെ ഷെഫ് കാണുമ്പോൾ ഓരോ സമയത്തും ഓരോ ലുക്കാണ്. കഴിഞ്ഞ 2 ദിവസം മുന്നേ നമ്മൾ കണ്ടപ്പോൾ ഈ കൊല്ലായിരുന്നില്ലല്ലോ. അത് ഞാൻ ഈ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്കും താടിയൊക്കെ കുറേശ്ശൊക്കെ വന്നു തുടങ്ങിയപ്പോൾ മുതൽ അത് ഒരു +1 +2 ഒക്കെ ആയപ്പോഴത്തേക്കും താടിയൊക്കെ കുറേശ്ശെ വന്നു തുടങ്ങിയപ്പോഴത്തേക്കൊക്കെ നമ്മൾ വെക്കാനുള്ള ശ്രമമൊക്കെ നടത്തി തുടങ്ങിയിരുന്നു. സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ സിനിമകളിലൊക്കെ പണ്ടൊക്കെ വിക്രമൊക്കെ ലുക്ക് മാറ്റുന്നു. ഞാൻ +1 പഠിക്കുമ്പോഴേക്കാണ് അന്യൻ സിനിമയൊക്കെ വരുന്നത്. പെട്ടെന്ന് ഭയങ്കര ലുക്ക് ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നൊരു കാര്യമാണ്. ഒന്നും വേണ്ട, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ടൈറ്റാനിക് ഇറങ്ങുന്നത്. അന്ന് ഡിക്കാപ്രിയോനെ പോലെ മുടി വെട്ടണം എന്ന് പറഞ്ഞിട്ട് നടന്നിരുന്നതാണ്. അന്ന് വെട്ടുകയും ചെയ്തിരുന്നു അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ഈ ലുക്ക് ചേഞ്ച് ചെയ്തിട്ട് വരുമ്പോൾ ഭയങ്കര മാറ്റമായില്ലടാ എന്ന് പറയുന്നത് കേൾക്കാനായിട്ട് ഞാൻ സ്കൂൾ തൊട്ടേ ഈ പരിപാടി ചെയ്തുകൊണ്ടിരുന്നതാണ് സ്ഥിരമായിട്ടും. ഒരേപോലെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ ബോറടിക്കും. അതിനേക്കാളും നല്ലത് ഇങ്ങനെ എനിക്ക് തന്നെ എന്നെ തന്നെ കാണുമ്പോൾ ഇന്ന് വേറെ സാധനമാണല്ലോ, ഓക്കെ ഇങ്ങനെ മതിയിടാ എന്ന് പറയാനായിട്ടുള്ള, അതായത് എനിക്ക് എന്നെ തന്നെ ബോറടിച്ച് തുടങ്ങിയ പിന്നെ നാട്ടുകാരെ ആരും പറയണ്ടല്ലോ. പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ഉണ്ടോ? ഞാൻ തന്നെയാണ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ്. ചില ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഈ പറയുന്ന സ്റ്റൈലൊക്കെ ഇല്ലേ, ചില ദിവസമൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നതൊന്നും ആയിരിക്കില്ല. അതായത് ഞാൻ ഒരു അറബിക് ബിയേർഡ് വെക്കാനായിട്ട് തുടങ്ങിയിട്ട് ആണ് ഇപ്പൊ ഞാനിരിക്കുന്നത് ഫ്രഞ്ച് ബിയേർഡിലിരിക്കുന്നത്. അറബിക് ബിയേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൈഡൊക്കെ നല്ല അതാണ് ഞാൻ തുടങ്ങിയത്. അതെ, അതാണ് ഞാൻ തുടങ്ങിയത്. കയ്യിൽ നിന്ന് പോയപ്പോ പിന്നെ അത് മറ്റേ ഫ്രഞ്ച് ബിയേർഡ് ആക്കി. അതും നമ്മളെ മറ്റേ ഇത് എങ്ങനെ കൊണ്ടാലും 4 കാലിലേ വീഴുള്ളൂ. അതെ. ഇപ്പൊ ഇവിടെ ടൊവിനോ തോമസ് വന്നിരിക്കുന്നത് ഒരു മെക്സിക്കൻ അപാരതയിലെ ഒരു പക്കാ നായകനായിട്ടല്ലേ? ഒരു മെക്സിക്കൻ അപാരതയിലെ കഥാപാത്രവും അങ്ങനെ ഭയങ്കര ഒരു ഹീറോയിസം അങ്ങനത്തെ ക്യാരക്ടറൊന്നും അല്ല. ഒരു സാധാരണക്കാരന്റെ വികാരമാണ് ഞാൻ പറയുന്നത്. 100 ഇടി കഴിയുമ്പോൾ 1 ഇടി തിരിച്ചിടിക്കും. ആ ഇടി എന്ന് പറഞ്ഞാൽ അവനെ ഇടിച്ചത് തോൽപ്പിക്കാനല്ല, തിരിച്ച് ഇനി ഇടി കിട്ടാതിരിക്കാനാണ്. സർവൈവ് ചെയ്യാനുള്ള അതാണ്. ഒരു പ്രതികാരത്തിന്റെ കഥയൊന്നുമല്ല, ഒരു പ്രതിരോധത്തിന്റെ കഥയാണ് മെക്സിക്കൻ അപാരത. ഞാൻ തുടങ്ങിയത് നമ്മൾ മലയാളികൾ ഒരു വില്ലനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ലാലേട്ടനെയാന്ന് പറഞ്ഞിട്ടാ. പക്ഷെ പിന്നീട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയാ, ഒരു വില്ലനെ നോക്കിയിട്ട് ഇവൻ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് അത് ടൊവിനോനെ നോക്കിയിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട് തിയേറ്ററിലെ പെൺകുട്ടിയോട് പറയണേ. ഞാന് ഏത് സിനിമയായിരിക്കും ഞാൻ ഈ പറയണ? ABCD ആണ്. ABCD ഒന്ന്, അടുത്തത് സ്റ്റൈലാണ്. അത് കേട്ടിട്ടില്ലേ? ABCD കേട്ടിട്ടുള്ളൂ. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ. ABCD സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ABCD സമയത്തും അതുപോലെ നമുക്ക് ഈ ലുക്ക് ചേഞ്ച് ചെയ്യുന്ന അസുഖം ഒന്നും ഉണ്ടല്ലോ. അപ്പോൾ ABCD ഇറങ്ങുന്ന സമയത്ത് ഞാൻ മറ്റേ മുടിയൊക്കെ ഒന്ന് ഒരു മറ്റേ ക്രൂ കട്ടൊക്കെ വെട്ടി ഒരു ഗോട്ടി ബിയേർഡൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം തിയേറ്ററിൽ എന്റെ ബാക്കിലിരുന്ന് സിനിമ കാണുന്നവർക്ക്, അതായത് ഞാനിങ്ങനെ പടം കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്കിൽ ഏതോ ഒരു പെർട്ടിക്കുലർ സീനിൽ അവർ എന്തോ ഞാൻ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ട് ഇവൻ കൊള്ളാലും ഇവൻ ഏതാ എന്ന് പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ പറയാണ് തെലുങ്കിൽ നടന്നാ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ ഞാനിങ്ങനെ തിരിഞ്ഞ് ഓക്കെ, അപ്പൊ അത് പോട്ടെ. അടുത്തൊരു സംഭവം വന്നു കഴിഞ്ഞപ്പോ പിന്നെ വേറൊരാൾ പറയാണ് കൊള്ളാട്ടോ അത് നല്ല രസമായിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ ഞാനിങ്ങനെ അഭിമാനത്തോടെ തിരിഞ്ഞു നോക്കുകയാണ്. ഇവരൊക്കെ നോക്കിയിരിക്കുകയാണ്. അതായത് ഇപ്പൊ എന്നെ തിരിച്ചറിയും എന്ന് വിചാരിച്ചിട്ട് എന്താ എന്റെ അടുത്ത്, അതായത് എന്താ നോക്കിയിരിക്കണേ. ഞാൻ വേഗം തിരിഞ്ഞ് ഞാൻ പടം വെറുതെ ഇവരുമായിട്ട്. കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനെ ലുക്ക് മാറ്റുന്ന കാര്യങ്ങളിൽ എനിക്കൊരു സഹായമായിട്ട് അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ചെറിയൊരു മാറ്റം എന്റെ ഫേഷ്യൽ ഹെയറിലോ മുടിയിലോ മാറ്റിയാൽ, അതുപോലെ ഒരു ചെറിയൊരു മാറ്റം ഞാൻ എന്റെ ബോഡി വെയിറ്റിൽ മാറ്റിയാൽ അതൊരു വലിയ മാറ്റം ആയിട്ട് പ്രൊജക്ട് ചെയ്യപ്പെടാറുണ്ട്. അപ്പൊ അതൊരു ആസ് എൻ ആക്ടർ എനിക്കൊരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഓരോ കഥാപാത്രങ്ങൾക്കും വേണ്ടിയിട്ട് ടൊവിനോ തന്നെ പറയൂ, ഇതിൽ ഇങ്ങനെ ചെയ്താലോ, ഇതിൽ താടി ഇത്തിരി നീട്ടിയാലോ, ഇവൻ ഗപ്പിയിലെ ലുക്ക്. തീർച്ചയായിട്ടും ഇത് ഞാനും ഡയറക്ടറുടെ ആയിരിക്കും പ്രൈമറി അദ്ദേഹം പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഈ റൈറ്ററും ഡയറക്ടറും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഇയാൾക്കൊരു രൂപം തീരുമാനിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ എന്റെ രീതിയിലും നമ്മൾ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള രൂപം, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗോദയിൽ ഞാനൊരു സുന്ദരനാണെന്നോ എനിക്ക് 6 പാക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നോ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഗോദയ്ക്ക് വേണ്ടി വർക്ക്ഔട്ട് ചെയ്തത്. ഗോദയിൽ ആ ക്യാരക്ടറിന് വേണ്ടിയിരുന്നത്, അത് ഗോദ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് അഞ്ജനേയ ദാസ് ഒരു ഗുസ്തിക്കാരനാണ്. പിന്നെ ആ സിനിമ ഒരു കോമഡി സിനിമയാണ്. ഇയാളൊരു വലിയ ഉത്തരവാദിത്വമൊന്നുമില്ലാതെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അഞ്ജനേയ ദാസ് കറന്റ്ലി പടം തുടങ്ങുമ്പോൾ. അപ്പോൾ അഞ്ജനേയ ദാസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഗുസ്തി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളായതുകൊണ്ട് അയാൾ വളരെ ഹെൽത്തി ആയിരിക്കണം എന്ന് തോന്നിച്ചിരുന്നു. അതേസമയം ഒരു 22-23 വയസ്സുള്ള ഒരാള് അങ്ങനെ ഭയങ്കര ഹ്യൂജ് ആയിട്ടിരിക്കാനും പാടില്ല. ആ ക്യാരക്ടർ ഭയങ്കരമായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി ആവശ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് ഇതിന്റെയൊക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ബോഡി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഗുസ്തി
ഗുസ്തിക്കാരനായിട്ട് അഭിനയിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഉടനെ പോയിട്ട് സൂപ്പർ മോഡലിന്റെ ബോഡി ഉണ്ടാക്കി എന്ന് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെയല്ലല്ലോ വേണ്ടത്. ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് ആ ബോഡി ബിൽഡ് ചെയ്തത്. ഇനിയിപ്പോൾ ആ ക്യാരക്ടർ അത് ഡിമാൻഡ് ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ വെറുതെ ജിമ്മിൽ പോയി കഷ്ടപ്പെടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഞാൻ സുന്ദരനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഈ ജിമ്മിൽ പോകുന്നത്. അല്ല, ഞാൻ ഭയങ്കര സുന്ദരനാണെന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ AC കാറിനകത്ത് ഫുൾ ടൈം ഇരിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ പുറത്തിറങ്ങി നടക്കുന്നതാണ്. ഞാൻ ഒരുപാട് ആളുകളെ കാണുന്നതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന പോലെ യാത്രകളൊക്കെ ആയിട്ട് ഇപ്പോൾ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ പലപ്പോഴും പോകുന്നതാണ്. കേരളത്തിൽ സുന്ദരന്മാർക്ക് യാതൊരു പഞ്ചവുമില്ല. എന്നേക്കാളും സുന്ദരന്മാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ എനിക്ക് ഇപ്പോൾ അതെന്റെ മറ്റേ തലയിലേക്ക് കയറില്ല ആരെങ്കിലും ഞാൻ സുന്ദരനാണെന്ന്. ഞാൻ അത് പറഞ്ഞു തുടങ്ങിയിട്ടില്ല, അതിലേക്ക് ഞാൻ വരാം. സ്വന്തം കഥാപാത്രങ്ങൾക്ക് പൂർണ്ണത കിട്ടാൻ വേണ്ടി ലുക്സിലൊക്കെ അത്യാവശ്യം മാറ്റങ്ങൾ വരുത്താൻ ശ്രദ്ധിക്കുന്ന ഒരു നടൻ മിസ്റ്റർ ടൊവിനോ തോമസ് ഒരു മെക്സിക്കൻ അപാരതയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയത്? മെക്സിക്കൻ അപാരത ഇത് ഗോദ കഴിഞ്ഞ് എനിക്ക് ഒരാഴ്ചയാണ്. ഒരാഴ്ചയിലും കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ ഇതിന്റെ ഷൂട്ട് തുടങ്ങാനായിട്ട്. അപ്പോൾ എന്റെ മുമ്പിലുണ്ടായിരുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ കുറച്ച് മസിലൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പോൾ എന്ന് പറയുന്ന ക്യാരക്ടർ അത്രയ്ക്കും വർക്ക് ആവില്ല. പോളും കൊച്ചനിയനും സാധാരണ ഞാൻ പ്രിഫർ ചെയ്യാത്തൊരു കാര്യമാണ് ക്രാഷ് ഡയറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ മെക്സിക്കൻ അപാരത തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ക്രാഷ് ഡയറ്റ് പോയി വർക്കൗട്ട് നിർത്തി. ഗോദയുടെ ഷൂട്ട് ഒരു പകുതി ആയപ്പോഴത്തേക്ക് ഞാൻ വർക്കൗട്ട് നിർത്തി. കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഉണ്ടായിരുന്ന ബോഡി വർക്കൗട്ട് നിർത്തിയാലും കുറച്ച് നാളും കൂടെ ഒക്കെ അങ്ങനെ ഉണ്ടാവും. അതും കഴിഞ്ഞ് കുറച്ചും കൂടെ നാൾ നമ്മൾ വർക്കൗട്ടും ഡയറ്റും നോക്കാതിരിക്കുമ്പോഴാണ് ബോഡി ലൂസ് ആവുന്നതൊക്കെ. അപ്പോൾ ഞാൻ ഗോദയുടെ ഷൂട്ട് ഒരു പകുതി ആയപ്പോഴത്തേക്കും വർക്കൗട്ടൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് കുറച്ചു. ഭയങ്കരമായിട്ട് ഡയറ്റിലൊന്നും കെയർ ചെയ്യാതിരുന്നു. കാര്യം ഗോദയുടെ ഷൂട്ട് കഴിയുന്നവരെ അത് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും എനിക്കറിയായിരുന്നു. പിന്നെ ഗോദയുടെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ അതായത് ഒരു സ്കെഡ്യൂൾ ഗോദയുടെ അപ്പോഴും ബാക്കി ഉണ്ടായിരുന്നു. ക്രാഷ് ഡയറ്റ് ഒരു GM ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ജനറൽ മോട്ടോഴ്സിന്റെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് അവർ ഇംപ്ലിമെന്റ് ചെയ്തിരുന്ന ഒരു ഡയറ്റ്. അപ്പൊ അതിൽ 7 ദിവസത്തെ ഡയറ്റാണ്. അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു ചെറിയൊരു വെയിറ്റ് ലോസ് വരും. ആ വെയിറ്റ് ലോസും പിന്നെ നമ്മുടെ കോസ്റ്റ്യൂംസിലൊക്കെ ഉള്ള ഒരു ശ്രദ്ധയും കൂടെയാണ് മെക്സിക്കൻ അപാരത കാണുമ്പോൾ എന്നെ അങ്ങനെ ഭയങ്കര ബൾക്ക് ബിൽട്ടായിട്ട് തോന്നാത്തതിന് കാരണം. ഒരു കൊച്ചു പയ്യനായിട്ട് തോന്നണം അല്ലേ? അതെ, അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ചോദിക്കട്ടെ, കോയമ്പത്തൂർ പഠിക്കണ കാലം തൊട്ടേ തന്നെ വലിയ താല്പര്യമായിരുന്നു സിനിമയിൽ വരാൻ തന്നെ ഇരുന്ന താല്പര്യം? അന്ന് എഞ്ചിനീയറിംഗ് അല്ലേ പഠിച്ചത് അല്ലേ? ഞാൻ കോയമ്പത്തൂർ പഠിക്കുന്ന കാലം തൊട്ടല്ല, അതിനേക്കാളും മുമ്പ് തൊട്ടേ എനിക്ക് ഈ സിനിമയോട് ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടോ? ഫാമിലിയിൽ ആരുമില്ല. ഫാമിലിയിൽ ആരും ഉണ്ടായതുകൊണ്ടല്ല, എന്റെ അപ്പനും അമ്മയൊക്കെ സിനിമ ഭയങ്കരമായിട്ട് കാണുന്ന ആൾക്കാരാണ്. അതായത് ഞാനും ചേട്ടനും ചേച്ചിയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് അപ്പനും അമ്മയും കൂടെ തിയേറ്ററിൽ പോയിട്ട് എല്ലാ ആഴ്ചയൊക്കെ തിയേറ്ററിൽ പോയിട്ട് സിനിമ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. ഇപ്പൊ എന്റെ വീടിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ അല്ലെങ്കിൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ 1, 2, 3, 4 തിയേറ്റർ ഉണ്ട്. അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൊച്ചു പിള്ളേരെ കൊണ്ട് തിയേറ്ററിൽ പോകുന്ന എളുപ്പമല്ല. കാര്യം കുട്ടികൾക്ക് ബോറടിക്കും. ഷോ തുടങ്ങുന്ന നേരത്ത് നമ്മൾ ഫുള്ളായിട്ട് സിനിമയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു കഴിഞ്ഞാൽ ഷോ കഴിഞ്ഞ് തീർന്ന് പോവാൻ നേരത്ത് സീറ്റിന്റെ അടിയിൽ നിന്ന് കണ്ടുപിടിച്ച് കൊണ്ടുപോയി വരും കൊച്ചുകുട്ടികളൊക്കെ. അപ്പൊ അത് കാരണം കൊണ്ട് അവര് അത് നേരെ മാറ്റി ഞങ്ങളെ മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് തിയേറ്ററിൽ പോയി കാണുന്നത് മാറ്റിയിട്ട് അവിടെ വീഡിയോ കാസറ്റ് റെന്റ് ചെയ്തിട്ട് നമുക്കൊരു VCP ഉണ്ടായിരുന്നു, വീഡിയോ കാസറ്റ് പ്ലെയർ. അത് എല്ലാ ആഴ്ചയും ഒരു 2 വീഡിയോ കാസറ്റ് ഒക്കെ എടുത്തുകൊണ്ട് വരും അപ്പൻ. അപ്പൊ വെള്ളിയാഴ്ച എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തിങ്കളാഴ്ച തിരിച്ചു കൊടുത്താൽ മതി. അപ്പൊ അതിനിടയ്ക്ക് നമ്മൾ പരമാവധി ആ പൈസ മുതലാക്കും. അതായത് ഒരു തവണ ഞങ്ങൾ ഫാമിലി മൊത്തം ഇരുന്ന് കാണും. പിന്നെ ഞാനും ചേട്ടനും കൂടെ ഇരുന്നിട്ട് 2-3 പ്രാവശ്യം കൂടെ ആ പടം കാണും. അപ്പോൾ ഞങ്ങൾക്ക് എന്തോ സിനിമ കാണുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ചേട്ടനും ഇഷ്ടമായിരുന്നു. ചേട്ടനും ഒരുപാട് സിനിമ കാണുന്ന ആൾക്കാരാണ്. അങ്ങനെ ഇതുവരെ ചേട്ടൻ പറഞ്ഞിട്ടില്ല. ചേട്ടൻ അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞായിട്ട് കേട്ടിട്ടില്ല. എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ആഗ്രഹം തോന്നിയിട്ട് പറയുന്നത് എൻ്റെ 2 കസിൻസിനോടും ചേട്ടനും കൂടെ, ഞങ്ങൾ 4 പേരും കൂടെ ഇരിക്കുമ്പോഴൊക്കെയാണ്. പിന്നെ എൻ്റെ കാമുകിയോടാണ് പിന്നീട് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ. എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെയാണ് പറഞ്ഞത്. കാര്യം എന്നെ അറിയാവുന്നവരായതുകൊണ്ട് ഞാൻ വെറുതെ അങ്ങനെ ഒരു ആഗ്രഹം പറയില്ല എന്നറിയാവുന്നവരായിരുന്നു. അയ്യോ, അതിന്റെ കാര്യമൊന്നും പറയരുത്, ഭയങ്കര കോമഡിയാണ്. പുരാണ നാടകത്തില് ഇംഗ്ലീഷ് ഡയലോഗ് പറഞ്ഞതിന്റെ പേരിൽ കൂവല് വാങ്ങിച്ച ആളാണ് ഞാൻ. ഞാന് +2 പഠിക്കുന്ന സമയം അന്ന് ഞാൻ സ്കൂൾ ലീഡർ ആയിരുന്നു. ഒപ്പം അവിടെ ഹൗസ് ക്യാപ്റ്റനും കൂടെ ആയിരുന്നു. അപ്പൊ വലിയ പണിയൊന്നും ഇല്ലെങ്കിലും ഒരുപാട് പണികളുണ്ടെന്ന് ഭാവിച്ചുകൊണ്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര പോകും. അതെ, അതുപോലെ ക്ലാസ് കട്ട് ചെയ്ത് എനിക്ക് മറ്റേത് ചെയ്യാനുണ്ട് മറിച്ചത് ചെയ്യാണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി കൂട്ടുകാരോടെ വെറുതെ ഇരിക്കുന്ന ഒരു സമയം. ആ സമയത്താണ് ഇവര് ഞങ്ങളുടെ ടീമിന് വേണ്ടിയിട്ട് ഒരു നാടകം വേണമെന്ന് പറയുന്നു. അപ്പൊ സിനിമയൊന്നും നമുക്ക് എന്തായാലും നടക്കൂല, ഒരു നാടകമെങ്കിലും അങ്ങനെ ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്വന്തമായി ഒരു കഥയൊക്കെ ഉണ്ടാക്കി തിരക്കഥയൊക്കെ എഴുതി കൊണ്ടുപോയി കൊടുത്തു. അതിൽ ഞാൻ തന്നെ നായകനായിട്ട് അഭിനയിക്കും എന്നുള്ള നിലയ്ക്ക്. പക്ഷെ അവരതിനെ നിഷ്കരണം റിജക്ട് ചെയ്ത് കളഞ്ഞു. അതിന് കലാമൂല്യമില്ലാന്നോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. എന്നിട്ട് എന്റെ റിയലിസ്റ്റിക് ആയിരുന്നു, റിയൽ ലൈഫ് ആയിരുന്നു പറഞ്ഞിട്ട് അവരത് റിജക്ട് ചെയ്തിട്ട് ഏതൊരു പുരാണ സംസ്കൃത നാടകം അത് മറ്റേ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ഒരു സ്ക്രിപ്റ്റ് ഒക്കെ മറ്റേ ബുക്കിൽ നിന്ന് പേപ്പർ കയറിയിട്ടാണല്ലോ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അതിലൊക്കെ എഴുതി ഡയലോഗ്സ് ഒക്കെ എഴുതി കൊണ്ടുവന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതിലെങ്കിലും ഒരു ബ്രാഹ്മണ ബാലനാണ് നായകൻ, അതാക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അന്നും അത്യാവശ്യം ഈ ഒരു
പൊക്കവും മണ്ണും കുറച്ച് ബിൽട്ടൊക്കെ ആയിരുന്നു. അന്നും ജിമ്മിലൊക്കെ പോകുന്നുണ്ട് പ്ലസ് ബ്രാഹ്മണന്റെ അത്ര ആവശ്യമില്ല. ഇല്ല. അപ്പൊ എന്നെ ബ്രാഹ്മണപാലനാക്കി കഴിഞ്ഞാൽ മറ്റേ നിഷ്കളങ്കതയുടെ ആ സെന്റിമെന്റ്സ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ അതിൽ വില്ലനാക്കി കളഞ്ഞു, കൊള്ളക്കാരൻ. അങ്ങനെ കൊള്ളക്കാരനായതിൽ എനിക്ക് ചെറിയ ഒരു വിഷമം ഉണ്ടെങ്കിൽ കൂടി കൊള്ളക്കാരൻ കിട്ടിയത് അടിപൊളിയാക്കി ഞാൻ അവനേക്കാളും കൈയടി വാങ്ങും എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ സ്റ്റേജിൽ കയറുന്നത്. ഈ നാടകത്തിന് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ബ്രാഹ്മണപാലനാണല്ലോ കൂടുതൽ ഡയലോഗുകൾ, അവനാണല്ലോ നായകൻ. അപ്പൊ ഈ സ്ക്രിപ്റ്റ് എഴുതിയ കടലാസ് അവന് കൊടുത്തു, അവനത് സൂക്ഷിച്ചു വെച്ചില്ല. അവന്റെ പാന്റിന്റെ പോക്കറ്റിലിട്ടു, പാന്റ് അലക്കാനിട്ടു. അവന്റെ അമ്മ അലക്കിയപ്പോ സ്ക്രിപ്റ്റും കൂടെ ചേർത്ത് അലക്കി. അപ്പൊ പിറ്റേ ദിവസം മുതൽ നമുക്ക് സ്ക്രിപ്റ്റ് ഇല്ല. പക്ഷെ ഏകദേശം ഡയലോഗുകളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാരണം കൊണ്ട് കയ്യിൽ നിന്നിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഈ മെക്സിക്കൻ ഭാരതം അങ്ങനെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതായത് എല്ലാവരുടെയും ഡയലോഗുകൾ അവനവനും തന്നെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്ന പോലെയാണ്. അതായത് നമ്മുടെ ഡയലോഗ് നമ്മൾ തന്നെ കൈ നിന്നിട്ട് പറയാണ്. സിറ്റുവേഷൻസ് അറിയാം. സ്റ്റേജിൽ കയറി ആൾക്കാർ ഒരുപാട് നമ്മുടെ സ്കൂളിലെ പിള്ളേർ മൊത്തം അവിടെ ഇരിക്കുന്നു. അപ്പൊ തന്നെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ഞാൻ ഈ മീശയൊക്കെ വെച്ചിട്ടുണ്ട്, മറ്റേ കൊള്ളക്കാരന്റെ ഒരു വാളൊക്കെ ഉണ്ട് എനിക്ക്. അപ്പൊ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത്. ഇത് തുടങ്ങി കഴിഞ്ഞപ്പോ തന്നെ ഈ ബ്രാഹ്മണപാലനെ കൊള്ളക്കാരൻ 3 തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. പക്ഷെ ആ തെറ്റുകൾ അവൻ ചെയ്യില്ല. അത്രയും അവന്റെ വ്യക്തിത്വത്തിനോട് ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് ബ്രാഹ്മണപാലനോട് ക്ഷമിക്കും കൊള്ളക്കാരൻ. അതാണ് സംഭവം. അപ്പൊ ആദ്യം അവനോട് മദ്യപിക്കാനാണ് പറയുന്നത്, അവൻ ചെയ്യില്ല. അവന് കൊടുക്കുന്ന മദ്യം അവൻ എറിഞ്ഞു പൊട്ടിക്കും. അപ്പൊ നമ്മൾ അതിൽ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ മറ്റേ മൺകുടവും അതിനകത്ത് കള്ള് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല മോരുമെള്ളമാണ്, നല്ല മുളകൊക്കെ ഇട്ട സംഭാരം. അതെ, സംഭാരം. ഞാൻ ഇവനെ കൊണ്ട് കുടിപ്പിക്കാൻ ശ്രമിക്കുന്നു, ഇവൻ കുടം എറിഞ്ഞു പൊട്ടിക്കുന്നു. ഇതാണ് ഇവൻ എറിഞ്ഞു പൊട്ടിച്ച എന്റെ കാലുമാണ്. കാല് മുറിഞ്ഞു, കാലിലാണ് ഈ മുളകുള്ള മോരുമെള്ളം വീണേക്കുന്നത്. അപ്പൊ തന്നെ ഞാൻ ഞെളിപിരി കൊണ്ടുകൊണ്ടാണ് പിന്നെ അഭിനയിക്കുന്നത്. പിന്നെ ഡയലോഗുകൾ, എന്റെ ഡയലോഗ് അപ്പുറത്തവും പറയുന്നു, അവന്റെ ഡയലോഗ് മറ്റവും പറയുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇത് നാടകം പൊക്കോണ്ടിരിക്കുന്നത്. ഇവനെ അടുത്തത് മാംസം കഴിക്കാൻ പറയുന്നു, അവനത് കഴിക്കുന്നില്ല. ഈ ബ്രാഹ്മണപാലന്റെ അച്ഛനുണ്ട്, അതെന്റെ വേറൊരു കൂട്ടുകാരനാണ്. അപ്പൊ അവൻ മോനെ രക്ഷിക്കാനായിട്ട് എന്റെ മകനെ ഒന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞു വരുമ്പോൾ ഞാൻ അവനെ പിടിച്ച് കഴുത്തിന് പുറത്ത് തള്ളണം. ഈ കഴുത്തിന് പുറത്ത് തള്ളിയപ്പോൾ വെച്ചാൽ എന്റെ ആരോഗ്യം ഇച്ചിരി കൂടുതലായത് കാരണം കൊണ്ട് അവൻ സ്റ്റേജിന്റെ വെളിയിലേക്ക് പോയി. അതായത് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിന്ന് ഓഡിയൻസ് ഇരിക്കുന്നിടത്തേക്ക് കുറച്ച് ആഴം കൂടുതലുണ്ട്. ഇല്ല, വീണില്ല. അവൻ കറക്റ്റ് വടിയൊക്കെ കുത്തി നിന്നു. ബ്രാഹ്മണ വൃദ്ധനായത് കൊണ്ട് അവന് വടിയൊക്കെ ഉണ്ടായിരുന്നു. വടിയൊക്കെ കുത്തി നിന്നിട്ട് അവൻ തിരിഞ്ഞ് തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ കൊള്ളക്കാരൻ സ്റ്റേജിൽ നിന്നിട്ട് ഒന്നും ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. അവസാനം ഇവനെ ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടണം, അതാണ് അവനോട് 3ാമത് വരെ പറയുന്നത്. അതും അവൻ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ അവന്റെ അടുത്ത് പറയാണ്, ശരിക്കും ഡയലോഗ് എന്ന് പറയുന്നത് ഇതിന്റെ അവസാനത്തെ അവസരമാണ്, ഇതും കൂടെ ഇല്ലെങ്കിൽ നിനക്ക് ഇതാണ് ഡയലോഗ്. ഞാൻ ഇത് കൈന്നിട്ട് പറയുന്ന ഡയലോഗാണല്ലോ കൊളോക്കിലി പറഞ്ഞപ്പോൾ, ഇതിന്റെ ലാസ്റ്റ് ചാൻ എന്ന് പറഞ്ഞപ്പോഴാണ് അയ്യോ ഇത് സംസ്കൃതം, എന്റെ പുരാണ നാടകം പ്രശ്നമായോ എന്നിട്ട് ഞാൻ പതുക്കെ ഇങ്ങനെ തിരിഞ്ഞിട്ട് പറഞ്ഞു, എടാ കർഷണം കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ അത് മൈക്കിലായി പോയി, അതും എല്ലാവരും കേട്ടു. അങ്ങനെ അവര് മറ്റേ ചെറിയ പിള്ളേര് വരെ എഴുന്നേറ്റ് നിന്ന് പോകുന്നുണ്ടായിരുന്നു. അതൊക്കെയാണ് എന്റെ മറ്റേ നാടക പാരമ്പര്യം. ടോവിനോയ്ക്ക് ഞാൻ ഇപ്പൊ തരാൻ പോകുന്ന റൗണ്ടിന്റെ പേര് ഷൂട്ട് ഔട്ട് അറ്റ് സ്പോട്ട്ലൈറ്റ് എന്നാണ്. ചോദിക്കണേന് പടപടയെന്ന് ഉത്തരം പറയണം. ശ്രമിക്കാം. അധികം ആലോചിക്കരുത്. ആലോചിച്ചിട്ട് സംസാരിക്കുന്ന ആളാണ്. കള്ളം പറയരുത്, അത്രേ ഉള്ളൂ. കള്ളം പേര് ടോവിനോ തോമസ്. ഇരട്ട പേര് കുറെ പേരുകളുണ്ട്, ഇരട്ടപ്പേരുകൾ കുറേ ഉണ്ട്. പറയാൻ കൊള്ളാവുന്നത് കോളേജിലൊക്കെ ഈ മുടിയൊക്കെ വളർത്തി ശരീരമൊക്കെ അത്യാവശ്യം നന്നായി നടന്നാറുണ്ട്. ടാർസൻ എന്നൊരു വിളിപ്പേരുണ്ട്. പിന്നെ എല്ലാത്തിലും വലിഞ്ഞു കയറുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പൊ ടാർസൻ അത് മതി. ഇനി ഉണ്ടോ? പിന്നെ അത് പറയാൻ കൊള്ളാത്ത പേരുകളൊക്കെ ഉണ്ട്. ശരി, അറിയാവുന്ന ഭാഷകൾ? മലയാളം അറിയാം, ഇംഗ്ലീഷ് കുറച്ച് ഒരു പരിധി വരെ അറിയാം, തമിഴ് അറിയാം അത്യാവശ്യം നന്നായിട്ട്, ഹിന്ദി ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനുള്ള ഹിന്ദിയൊക്കെ അറിയാം. 2016 ന്യൂ സെൻസേഷണൽ ഹീറോ അവാർഡിന് അർഹനായിട്ടുള്ള ഒരാൾ പറയൂ. ടൊവിനോന്റെ ഒരു കണക്കിൽ ഒരിക്കൽ കിട്ടിയതല്ലേ ഇത്? അപ്പൊ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാനല്ലേ ടൊവിനോ അല്ലെങ്കിൽ ഞാനല്ലെങ്കിലോ ഞാനാണല്ലോ. ടൊവിനോനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആർക്ക് കൊടുക്കാം ആ അവാർഡ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ആയിരുന്നു കമ്മട്ടിപ്പാടത്തിലെ മണികണ്ഠൻ ആചാരി. അത് ന്യൂ സെൻസേഷൻ ആയിരുന്നു. ഹീറോയിൻ അവാർഡ് കൊടുക്കുകയാണെങ്കിലോ? അനുരാഗ് കരികമ്പളത്തിൽ രജീഷ് ഭയങ്കര രസമായിട്ട് ചെയ്തായിട്ട് തോന്നിയിട്ടുണ്ട് ആ ക്യാരക്ടർ. ടൊവിനോയുടെ ഇഷ്ടത്തില് മൾട്ടി സ്റ്റാർ മൂവീസ് ഓർ സിംഗിൾ സ്റ്റാർ? രണ്ടും നല്ലതാണ്. ചില സമയത്ത് സോളോ ഹിറ്റുകൾ ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷെ എൻജോയ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും മൾട്ടി സ്റ്റാറാണ്. അത് നമ്മളൊരു സിനിമ ഒറ്റയ്ക്ക് ഷോൾഡർ എടുക്കേണ്ടിയും വരില്ല. അപ്പൊ രണ്ടും രണ്ട് രീതിയിൽ ആവശ്യമുള്ളതാണ്. മൾട്ടി സ്റ്റാർ സിനിമകൾ മാത്രം ചെയ്തിട്ടും സർവൈവ് ചെയ്ത് പോകാൻ പറ്റും. എന്നാലും നമുക്ക് പ്രിഫർ ചെയ്യാലോ. നമ്മൾ മനുഷ്യന്മാരല്ലേ, നമുക്ക് പറയല്ലോ എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ വരുന്ന ഏതാണെന്ന് പറയാലോ. എനിക്ക് മൾട്ടി സ്റ്റാർ ഭയങ്കര ഇഷ്ടമാണ്. പാട്ടിന്റെ കാര്യത്തിൽ റീമിക്സ് വേർഷൻ ഓർ ഒറിജിനൽ വേർഷൻ? ഒറിജിനൽ. എനിക്ക് പാട്ടിന്റെ കാര്യത്തിലല്ല, എല്ലാത്തിലും ഒറിജിനൽ. വാട്ട് വുഡ് യു ചൂസ്, പ്രോമിസിംഗ് റോൾസ് ഓർ ബാങ്ക് ബാലൻസ്? പ്രോമിസിംഗ് റോൾസ്. ബാങ്ക് ബാലൻസ് വരും. മണി ഈസ് ജസ്റ്റ് എ ബൈ പ്രോഡക്റ്റ്. ദി ബിഗസ്റ്റ് ടേൺ ഓഫ് ഇൻ എ ഗേൾ? ഫേക്കിംഗ്. എന്താണോ അതായിരിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും സൗന്ദര്യം. അത് ആണിന്റെ ആണെങ്കിലും പെണ്ണിന്റെ ആണെങ്കിലും. ടൊവിനോയുടെ സ്വന്തം എക്സ്പീരിയൻസ് പെൺകുട്ടികളെ പെട്ടെന്ന് ടേൺ ഓഫ് ആക്കുന്ന കാര്യം എന്താ ആൺകുട്ടികളുടെ കാര്യത്തിൽ? നുണ പറയുന്നതൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര കോഴി സ്വഭാവം ടേൺ ഓഫ് ആവാൻ സാധ്യതയുണ്ട്. ടൊവിനോയ്ക്ക് ഉദ്ഘാടനം ചെയ്യാൻ ഇഷ്ടം വിമൻസ് കോളേജ് ആണോ മെൻസ് കോളേജ് ആണോ? അതായത്
അതായത് രണ്ടും ഉള്ളതാണ് പലപ്പോഴും നല്ലത്. പക്ഷെ 2 കോളേജ് വന്നേക്കാം, 2 കോളേജ് പൊള്ളി കോളേജ്, ഒരു വിമൻസ് കോളേജും ഒരു മെൻസ് കോളേജും ഒരേപോലൊക്കെ തന്നെ അമൗണ്ട് ഒക്കെ തരാന്ന് പറഞ്ഞിട്ട് എവിടെ ആദ്യം പോകും? ദൂരമൊക്കെ നോക്കും ചിലപ്പോ. മെനക്കെടാൻ വയ്യ, അതാണ് മെനക്കെടാൻ വയ്യ. എവിടെയാണോ അടുത്ത് പോയി എളുപ്പത്തിൽ പോയി വരാവുന്നത് അവിടെ നമ്മൾ ഫിക്സ് ചെയ്യും. രണ്ടും ഒരേ ഡിസ്റ്റൻസ് ആണെങ്കിലോ? എന്നാ പിന്നെ രണ്ടിലും പോയി വന്നൂടെ? ഇതെന്ത് സാധനം ഇത് ഒരെണ്ണം പറഞ്ഞേ? അല്ല ഇതെന്താണ്, അതായത് ഞാൻ ബർഗറൊക്കെ വാങ്ങിച്ചു തന്നില്ലേ, ഏതാ കൂടുതൽ താല്പര്യം? എനിക്ക് ഇടയ്ക്കൊക്കെ കഴിഞ്ഞാൽ നമ്മള് മച്ചാനായിട്ട് കാണുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആൺകുട്ടികളുടെ കോളേജിൽ ചിലപ്പോൾ പോയെന്ന് വരും, പക്ഷെ പെൺകുട്ടികളുടെ കോളേജിൽ പോവാതിരിക്കില്ല. അതാണ് ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാൻ പോയി. അന്ന് പിന്നെ ചോദിച്ചൂടെ, എന്തിനാ വെറുതെ ഇങ്ങനത്തെ നമ്മുടെ ആൾക്കാരെ വിഷമിപ്പിക്കുന്ന ചോദ്യം ചോദിക്കുന്നത്? ശരി, ഗിവൻ എ ചാൻസ്, ചെയ്യാൻ ഇഷ്ടം സൂര്യമാനസത്തിൽ മമ്മൂക്ക ചെയ്ത ക്യാരക്ടറാണോ ചാന്തുപൊട്ടിൽ ദിലീപ് ചെയ്ത ക്യാരക്ടറാണോ? സൂര്യമാനസത്തിൽ മമ്മൂക്ക ചെയ്തിട്ടുള്ളത് ഭയങ്കര അടിപൊളി പരിപാടിയാണ്. അത് ചെയ്താൽ നന്നാവും, അത് ചെയ്ത് നന്നാക്കാൻ പറ്റുമെന്ന് നോക്കിയാൽ കൊള്ളാം. ദിലീപേട്ടൻ ചെയ്തിട്ടുള്ള മറ്റേതെന്ന് വെച്ചാൽ ദിലീപേട്ടൻ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനായിട്ട് ചെയ്ത് അലമ്പാക്കേണ്ട കാര്യമില്ല, വെറുതെ കോല് വാങ്ങിക്കണ്ട. പിന്നെ അത് എളുപ്പമല്ല ചെയ്യാനായിട്ട്. അത് ഭംഗിയാക്കിയതിന്റെ ഭാഗമായിട്ട് പിന്നീട് കുറച്ചു കാലത്തേക്ക് പുള്ളിക്ക് അതിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. വെറുതെ എന്തിനാ അങ്ങനെയൊക്കെ? എനിക്കിനി ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലോ? എനിക്കിനി ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ വെറുതെ എന്നെ കളിയാക്കി കൊല്ലുന്നു. ടോവിനോ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായിട്ടുള്ള പെൺകുട്ടികൾ കൂടുതൽ സിനിമയിലാണോ ജീവിതത്തിലാണോ? ജീവിതത്തിലാണ്. ആണ്. സിനിമയിലാണെങ്കിൽ മേക്കപ്പ് ഇല്ലാതെ അഭിനയിക്കുന്ന കുട്ടികളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗി തോന്നാറുണ്ട്. ടോവിനോ തോമസ്, പേര്, വയസ്സ് 28, അതായത് ജനുവരി 21 എനിക്ക് 28 വയസ്സായി. തികഞ്ഞു. വെയിറ്റ് 85 ഉണ്ടാവും. ഇപ്പൊ ഹൈറ്റ് 5'10" 5'11" ഇടയ്ക്കാണ്. പിന്നെന്താ ചോദിക്കണ്ടേ, ബൈസെപ്സോ ട്രൈസെപ്സോ? അതങ്ങനെ എപ്പോഴും ഞാൻ നോക്കാറില്ല. ഇതെന്താ മറ്റേ എന്നെ വെച്ചിട്ട് ഇതില് പേര് ചേർക്കാനാണോ? ട്രംപ് കാർഡിൽ പേര് ചേർക്കാനാണോ? അല്ല, ഹൈറ്റും വെയിറ്റും. ഞാൻ ഇത് ചോദിക്കണോ കേൾക്കണവര് കരുതും ആ വിവാഹ പരസ്യം കൊടുക്കണ പോലെയാന്ന്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാൻ പറ്റും? എന്താ ഇത്ര നേരത്തെ കല്യാണം കഴിച്ചത്? നേരത്തെയോ? 25 വയസ്സെന്ന് പറയുമ്പോൾ കുറെ വൈകിപ്പോയെന്ന് ഞാൻ വിചാരിച്ചത്. കാര്യം എന്താ വെച്ചാൽ 21ാമത്തെ വയസ്സിൽ നമുക്ക് കല്യാണം കഴിക്കാനുള്ള പ്രാപ്തിയായിട്ട് ഞാനൊന്ന് സെറ്റിൽ ആവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് 25 വയസ്സ് വരെ നീണ്ടുപോയത്. നിങ്ങൾ കൂടെ പഠിച്ചതാ? ഞങ്ങൾ കൂടെ പഠിച്ച, ഞങ്ങൾ +1 തൊട്ട് ഒരുമിച്ച് പഠിക്കുന്നതാണ്. പിന്നെ കോയമ്പത്തൂരും എന്റെ കോളേജിലല്ലായിരുന്നു, പക്ഷെ തൊട്ടടുത്ത കോളേജിൽ ഉണ്ടായിരുന്നു. മനപ്പൂർവ്വം അവിടെ കൊണ്ട് ചേർന്നതാണോ? അത് ഞാനാണ് അവളുടെ അഡ്മിഷൻ അവിടെ എടുത്തത്. ആണല്ലേ? ലിഡിയയുടെ വീട്ടിൽ അറിയായിരുന്നു അപ്പൊ ഇത് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഈ റൂട്ട് ഇങ്ങനെയൊക്കെയാണ് പോണെന്ന്? അന്നറിയില്ലായിരുന്നു. അന്ന് മറ്റേ ഒരു സഹപാഠിയുടെ ആത്മാർത്ഥതയായിട്ട് അവർ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പൊ പിന്നെ ഇതൊരു രഹസ്യമല്ലല്ലോ. പിന്നീട് ഞാനായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ ഗസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ മോൾക്ക് എത്ര വയസ്സായി? അവൾക്ക് ഇപ്പൊ 1 വയസ്സ് കഴിഞ്ഞു. ശരി, ചോദിക്കട്ടെ, നന്നായിട്ട് പഠിക്കായിരുന്നു? അത്യാവശ്യം തിരക്കായിട്ടുള്ളത് പഠിക്കുമായിരുന്നു. 10ലും 12ലൊക്കെ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു? സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. അത്യാവശ്യം ഹൈ ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. 10ല് 534, +2 2 മാർക്കും കൂടെ കൂടുതൽ കിട്ടി. +2 ആണല്ലോ, 536. ഏതായിരുന്നു സബ്ജക്ട്? സയൻസ് ആയിരുന്നു. സയൻസ്, കമ്പ്യൂട്ടറോ? ബയോളജി. ഭയങ്കര മിടുക്കനായിരുന്നല്ലോ. എഞ്ചിനീയറിംഗിന് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ സബ്ജക്ട്സിനൊക്കെ തോൽക്കുന്നത്. അതുവരെ ഞാൻ തോറ്റിട്ടുണ്ടായിരുന്നില്ല. അതെനിക്ക് ഭയങ്കര ഒരു അഹങ്കാരമായിട്ട് ഞാൻ കൊണ്ടുവരുന്നിരുന്നായിരുന്നു. പക്ഷെ ഞാൻ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തുണി അലക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, പിന്നെ ഇടയ്ക്ക് ഒരു വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ റൂം ഉണ്ടാവില്ല. കാര്യം നമ്മൾ വാടക കൊടുക്കാനൊക്കെ മറന്നു പോകും. വെക്കേഷൻ കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ ഓടി നാട്ടിൽ പോകും. തിരിച്ചു വരുമ്പോൾ നമ്മുടെ പെട്ടിങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടേക്കണതാണ്. കാര്യം അവര് നോക്കുമ്പോൾ വെച്ചാൽ ഏതോ മലയാളി പിള്ളേർ വന്നിട്ട് അവന്മാര് വാടക തരാണ്ട് മുങ്ങിപ്പോയി, അവന്മാരുടെ സാധനം ഇട്ടുണ്ട്. ഇതൊക്കെ പുറത്തിട്ട് അവർ പുതിയ ആൾക്കാരൊക്കെ കയറ്റി താമസിപ്പിച്ച് കളയും. അങ്ങനത്തെ ഒരു കാര്യം പ്രത്യേകിച്ച് സ്റ്റുഡൻസിനോട് എന്ത് ചെയ്താലും പ്രശ്നമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അതൊക്കെ ഇതിന്റെ ഇടയിൽ തല്ലുണ്ടാക്കണം. ഇതിന്റെ ഇടയിലാണ് പഠിക്കുന്നത്. അതിനിടയ്ക്ക് പ്രേമിക്കണം, അതുകൂടി ഉണ്ട്. അതും ഉണ്ടായിരുന്നു. പിന്നെ 24 മണിക്കൂർ തികഞ്ഞില്ല അല്ലേ? പിന്നെ 24 മണിക്കൂർ കൊണ്ട് ഒന്നും നടക്കില്ലായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മള് അമ്മയെ ചോറ് എന്ന് പറയുമ്പോൾ ചോറെത്തും, അമ്മയെ വെള്ളം എന്ന് പറയുമ്പോൾ വെള്ളം എത്തും, രാത്രി നമ്മൾ ഉറങ്ങാതിരുന്ന് പഠിക്കുമ്പോൾ കട്ടൻ കാപ്പി എത്തും. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഡ്രസ്സ് അലക്കുന്നത് വാഷിംഗ് മെഷീൻ ഉണ്ട്, അത് കറക്റ്റ് തേച്ചെത്തും. ഇതെങ്ങനെ എത്തുന്നു എന്ന് നമ്മൾ ചിന്തിക്കില്ലല്ലോ. അങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് പിന്നെ ഒരു പരിധി വരെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് കോളേജിൽ പോയി കഴിഞ്ഞിട്ടാണ്. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അപ്പൊ അതിൽ പഠിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ തോറ്റു തുടങ്ങി, ചറപറാന്ന് കുറേ തോറ്റിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് 4 കൊല്ലം കഴിഞ്ഞപ്പോൾ എല്ലാ തോറ്റ പേപ്പറും എഴുതിയെടുത്ത് 4ാം കൊല്ലം പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഒരു ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പുറത്തിറങ്ങി. അപ്പൊ തന്നെ ജോലി കിട്ടിയോ? ഒരു 6 മാസം, അതായത് ആ റിസഷനൊക്കെ നടക്കുന്ന സമയമായിരുന്നു. 2010 ഞാൻ പാസ് ഔട്ട് ആവുന്നത്. ഞാൻ പഠിച്ച് ഇറങ്ങി കഴിഞ്ഞ ഒരു 6 മാസത്തിനകത്ത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി കിട്ടി. ഞാൻ 1 കൊല്ലം വർക്ക് ചെയ്തു. പക്ഷെ ആ 1 കൊല്ലത്തിൽ തിരിച്ചറിഞ്ഞു ഇതല്ല എൻ്റെ ഒരു മേഖല. ഇവിടെ ഇരുന്നാൽ ഞാൻ മാക്സിമം എത്താൻ പോകുന്ന ഹൈറ്റ്സ് എന്തായിരുന്നു അത് ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ അത് വലിയ ഹൈറ്റ് ഒന്നും കണ്ടില്ല അവിടെ. പിന്നെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കണം, അതിനുള്ള ഒരു ശ്രമിക്കണം എന്നൊക്കെ. അത് ശ്രമിക്കാതെ തോറ്റു കൊടുക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ രണ്ടും കൽപ്പിച്ച് റിസൈൻ ചെയ്തു. അതായത് ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ റെസിഗ്നേഷൻ എന്ന് പറഞ്ഞൊരു പോയിന്റ് എത്തിയിരുന്നു. കാര്യം നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ജോലി ചെയ്താണ് ഇനി മുതലുള്ള ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടത് എന്നുള്ള തോന്നൽ വന്നപ്പോൾ അവിടെ നിന്ന് ചാടി. അതെ, ഞാൻ ചോദിക്കാൻ പോയോ, ഒരു സിനിമാക്കാരനെ പരിചയമില്ലാണ്ട് പിന്നെ എന്ത് ധൈര്യത്തിലാ ജോലി റിസൈൻ ചെയ്തത്? എല്ലാവർക്കും ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ എനിക്കൊരു ഇന്നർ വോയിസ് എപ്പോഴും ഉള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഇന്നർ വോയിസിനെ നമ്മൾ ശ്രദ്ധിക്കില്ല, മൈൻഡ് വയ്ക്കില്ല. പക്ഷെ ആ ഇന്നർ വോയിസിനെയാണ് ഫോളോ ചെയ്യാറുള്ളത്. എന്റെ ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റിനെ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. ഇനിയിപ്പോ പുറത്തിറങ്ങിയ സിനിമയിലൊന്നും ചാൻസ്
കിട്ടിയില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ ഞാൻ തോറ്റിട്ടല്ലോ ജീവിച്ചത്, ഞാൻ ശ്രമിച്ചല്ലോ, ശ്രമിക്കാതെ തോറ്റില്ലല്ലോ. പിന്നെ ഡിഗ്രി ഒക്കെ ഉണ്ടല്ലോ, വേണമെങ്കിൽ ജോലിയിലേക്കൊക്കെ തിരിച്ചു വരാം. പക്ഷെ ശ്രമിക്കാതെ തോൽവി അങ്ങോട്ട് സമ്മതിക്കാൻ മനസ്സ് വന്നില്ല. ടോവിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സിനിമാ പ്രേമികളുടെ അടുത്ത് ഗ്രീക്ക് ഗോഡ് എന്ന് പറയുമ്പോ ആദ്യം മനസ്സിൽ വരുന്ന മുഖം ആരുടെയാ? ഋത്തിക് റോഷനൊക്കെ ആയിരിക്കും അല്ലേ? ഋതിക് റോഷൻ അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ ഏതോ ഒരു മാഗസീനിലോ മറ്റോ കണ്ടു, ഇപ്പൊ മലയാളികൾക്ക് ഗ്രീക്ക് ഗോഡ് എന്ന് പറയുമ്പോ ടോവിനോ തോമസിന്റെ മുഖം ഓർമ്മ വരുന്നത്. നല്ല കാര്യമായി. ഇവിടെ ഈ ഗ്രീക്ക് ഗോഡ് എന്നൊക്കെ ഇത് വെച്ചാൽ കണ്ടിട്ടാണ് ഞാൻ ടെൻഷൻ അടിച്ച് എപ്പോഴും ജിമ്മിൽ പോകുന്നത്. അത് കണ്ടിട്ട് ദൈവം ഈ ആൾക്കാർ ശരിക്കും തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഉത്തരവാദിത്വമാണ്. നമ്മളെ കാണുമ്പോൾ ഇവനെയാണ് ഗ്രീക്ക് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ആൾക്കാർ പറയാൻ പാടില്ലല്ലോ. അത് ആ ഉത്തരവാദിത്വത്തിന്റെ പുറത്ത് നമ്മളിപ്പോ ശരീരമൊക്കെ നോക്കുന്നുണ്ട്. മോഡലിംഗ് ഒക്കെ ചെയ്തിരുന്നു അല്ലേ? കുറച്ചു കാലം. കോളേജ് കഴിഞ്ഞിട്ടാണോ? കോളേജ് കഴിഞ്ഞിട്ടാണ്. ഹെയർ ഓയിലിന്റെയൊക്കെയോ? പക്ഷെ ആ ഹെയർ ഓയിലിന്റെ ആഡൊക്കെ ഞാൻ ചെയ്തത് അത് എനിക്കൊരു സിനിമയുടെ ഒരു കഷ്ണം പോലെയാണ് അത് ഇരുന്നുകൊണ്ടിരുന്നത്. അല്ലാതെ ഒരു ടിപ്പിക്കൽ ഇത് ഉപയോഗിക്കൂ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ആഡ് അല്ലായിരുന്നു അത്. അപ്പൊ ആ ആഡൊക്കെ ചെയ്തത് എനിക്ക് എന്റെ ആസ് എൻ ആക്ടർ തന്നെ കുറച്ച് പേരെങ്കിലും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ആഡ് കഴിഞ്ഞപ്പോൾ. ഒരുപാട് ആഡൊന്നും ചെയ്യണമെന്നുണ്ടായിരുന്നില്ല. ഒന്ന് വട്ടച്ചെലവിന് പൈസ കിട്ടണം. ചേട്ടനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ ചേട്ടനെ ഊറ്റുന്നതിന് ഒരു പരിധി ഉണ്ട്. കാര്യം ഞാൻ ജോലി റിസൈൻ ചെയ്യുമ്പോൾ എനിക്ക് ചേട്ടനേക്കാളും ശമ്പളം ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ വലിയ നിലയിലേക്ക് പോയി. ഞാനാണ് ജോലി റിസൈൻ ചെയ്ത് 0 സാലറി ആയിട്ട് വന്നിരിക്കുമ്പോൾ ചേട്ടന്റെ സാലറിയുടെ പകുതിയോളം എല്ലാ മാസവും എനിക്ക് വേണ്ടി ചെലവാക്കിക്കൊണ്ടിരുന്നത്. വാടക കൊടുക്കണം, അങ്ങനെ കുറെ ചെലവുകളുണ്ടല്ലോ ഞങ്ങളിവിടെ കൊച്ചിയിൽ താമസിക്കുമ്പോൾ. അപ്പോഴാണ് ഞാൻ എന്റേതായിട്ടുള്ള പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആഡിനൊക്കെ പോയത്. ചിലപ്പോൾ ഒരു ആഡിനൊക്കെ പോയിട്ട് കിട്ടുന്ന പൈസ ഒരു 10,000 രൂപ കിട്ടിയെന്നിരിക്കട്ടെ, ഞാൻ വീട്ടിൽ കൊണ്ട് അപ്പൻ്റെ കൊടുക്കും, ഞാൻ ജോലി എടുത്തുണ്ടാക്കിയ പൈസയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഒരു 250 തവണ ഞാൻ അന്ന് തന്ന 10,000 1,000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് അതെ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ഒരു 250 തവണ പോയിട്ട് പറയും ഞാൻ അന്ന് തന്ന 10,000 ഒരു 2,500 രൂപ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. അയ്യോ, എനിക്ക് അങ്ങനെ മോഡലിങ്ങിനോട് അങ്ങനെ ഒരു ഭയങ്കര പാഷൻ തോന്നിയിട്ടില്ല. സിനിമ തന്നെയാണ്, ഭയങ്കര പ്രണയമാണ് സിനിമയോട്. ശരിക്കും അതെ. നമ്മൾ ഈ പ്രേമിക്കുന്ന സമയത്തല്ലോ നമ്മൾ ഈ ഭയങ്കരമായിട്ട് അതിനെ ചേസ് ചെയ്ത് നടക്കുന്നത്. ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്ന സമയത്താണല്ലോ ഭയങ്കരമായിട്ട് എപ്പോഴും അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും എന്റെ അടുത്ത ആൾക്കാരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ള പരാതിയാണ് ഞാൻ കൂടുതൽ പ്രയോറിറ്റി സിനിമയ്ക്ക് കൊടുക്കുന്നു എപ്പോഴും എന്നുള്ളത്. ഈ അടുത്ത ആള് ഭാര്യയാണോ? ഭാര്യയുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്, സുഹൃത്തുക്കളുടെ അടുത്തും കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് എന്റെ കരിയറിൽ ഇത്രയും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സമയത്ത് ഞാൻ പലപ്പോഴും കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കുറച്ച് തിരക്കുള്ള സമയം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ കൂടുതലും സിനിമയ്ക്ക് തന്നെയാണ് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഫാമിലി ലൈഫിൽ പല ക്രൂഷ്യൽ സമയത്തും എനിക്ക് അവരുടെ ഒപ്പം ഉണ്ടാവാനും പറ്റിയിട്ടുണ്ട്. എന്റെ മകൾ ജനിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഫുൾ ടൈം ഹോസ്പിറ്റലുണ്ട്. പിന്നെ ഫാമിലിയുടെ കൂടെ ഉണ്ടാവേണ്ട പല സമയത്തും എനിക്ക് ഉണ്ടാവാൻ പറ്റിയിട്ടുണ്ട്. അത് ആ കൃത്യ സമയത്ത് എനിക്ക് ഗ്യാപ്പുകൾ കിട്ടിയിട്ടുണ്ട്. എന്നോട് പറഞ്ഞല്ലോ സിനിമയായിരുന്നു വലിയ താല്പര്യം. നമ്മൾ ഈ ഒരു പൊസിഷനിലായിരിക്കണം സിനിമയിലൊന്ന് സ്വപ്നം കാണുമല്ലോ ഇല്ലേ? ഞാൻ അമിതാഭ് ബച്ചനാകുമ്പോന്നല്ല, എനിക്ക് നസ്രുദ്ദീൻ ഷാ ആയാൽ മതി എന്നാണ് ഞാൻ പറയാറ്. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു നല്ല ആക്ടർ എന്നറിയപ്പെടാനാണ്. ഒരിക്കലും സ്റ്റാർഡം എന്നെ കൊതിപ്പിച്ചിട്ടില്ല, ഒരിക്കലും ഒന്നല്ല. സിനിമയിൽ വന്നതിന് ശേഷം, സിനിമയിൽ വരുന്നതിന് മുമ്പ് എല്ലാവരെയും പോലെ ഫെയിമും മണിയും ഒക്കെ തന്നെയായിരുന്നു എന്റെയും സ്വപ്നം. ഞാനൊരു ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്തതാണ് എന്റെ ഒരു ലൈഫ് ചേഞ്ച് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ സിനിമയോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഇവിടെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള എല്ലാ വർഷവും നടക്കുന്നതാണ്. എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവിടെ കുറെ സിനിമാക്കാർ വരും. എല്ലായിടത്തും പോയി നിന്ന് എല്ലാവരും ചിരിച്ച് സംസാരിച്ച് കോൺടാക്ട്സ് ഉണ്ടാക്കണം. പക്ഷെ അവിടെ സിനിമാക്കാർ മാത്രമൊന്നുമല്ല, സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരുപാട് പേരുണ്ട് അവിടെ. ഞാൻ കരുതിയിരുന്നത് അന്ന് വരെ അവാർഡ് സിനിമകൾ അല്ലെങ്കിൽ ഈ ഫിലിം ഫെസ്റ്റിവൽ വരുന്ന സിനിമകളൊക്കെ ഭയങ്കര ബോറായിരിക്കും എന്നാണ്. കാര്യം ഞാനൊന്നും കണ്ടു നോക്കിയിട്ടില്ല. പക്ഷെ ഈ സിനിമകളൊക്കെ കണ്ടപ്പോൾ അപ്പോഴാണ് ഒരു സിനിമയ്ക്ക് വേണ്ടത് കുറെ ബഹളങ്ങളല്ല, അതിനൊരു സോളാണ് വേണ്ടതെന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങിയത്. അപ്പോൾ ഫെയിം ആൻഡ് മണി ആയിരുന്നു ഈ ഫിലിം ഫെസ്റ്റിവലിന് മുമ്പ് എന്റെ ആഗ്രഹം. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഞാൻ വിചാരിച്ചവരോടൊന്നല്ല. എനിക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈ സിനിമയെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, ഒന്നും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അൺകണ്ടീഷണലി സിനിമയെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരോടാണ് പ്രൂവ് ചെയ്യാനുള്ളത് എനിക്കൊരു തോന്നലുണ്ടായത് അതിനുശേഷമാണ്. ടോവിനോ ഒരു പക്ക തൃശ്ശൂർക്കാരനല്ലേ? തീർച്ചയായിട്ടും ആണ്. ഒരു മെക്സിക്കൻ അപാരതയിൽ നല്ല പക്ക തൃശ്ശൂർക്കാരനായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത്. അതെ, അതില് എല്ലാവരുടെയും അവരുടെ നാട്ടുകാരായിട്ട് തന്നെയാണ് ആ സിനിമയിൽ അഭിനയിച്ചേക്കുന്നത്. നായകൻ തൃശ്ശൂർക്കാരാണല്ലേ? അതെ, ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും അവരുടെ നേറ്റീവ് പ്ലേസിൽ നിന്ന് വരുന്ന ആൾക്കാരായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു ക്യാമ്പസ് സിനിമയ്ക്ക് അതിന്റെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഷൂട്ട് മുഴുവൻ മഹാരാജാസ് കോളേജിലാണ് എറണാകുളത്ത്. അതെ, പക്ഷെ നമ്മളത് മഹാരാജാസ് കോളേജ് എന്നും പറഞ്ഞിട്ടില്ല, മഹാരാജ കോളേജാണ് സിനിമയിൽ. എല്ലാത്തിനും ഒരു അക്ഷരം എടുത്ത് അങ്ങോട്ടും കൂടെ മാറ്റിയിട്ടുണ്ടല്ലേ? പിന്നെ നമുക്ക് ഒരിക്കലും ഈ വിവാദങ്ങൾ ഉണ്ടാക്കാനോ വെറുതെ അനാവശ്യമായിട്ടുള്ള വഴക്കുകൾ ഉണ്ടാക്കാനോ താല്പര്യമില്ല. നമുക്ക് ആ ഒരു പറയാൻ ആഗ്രഹിച്ച ഒരു കഥയുണ്ടായിരുന്നു. ആ കഥയ്ക്ക് ഒരു കോളേജ് വേണമായിരുന്നു. അപ്പൊ ഏത് പേരിട്ടാലും ആ കഥ അത് തന്നെയായിരിക്കും. അപ്പൊ അതിൽ 2 പാർട്ടികൾ വേണമായിരുന്നു. ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 2 പാർട്ടികളുടെ പേര് പറഞ്ഞ് ആരെങ്കിലും കരിവാരി തയ്ക്കാനോ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാനോ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ സിനിമ എടുക്കുന്നത്. നമുക്ക് ഈ കഥ പറയാനായിട്ട് 2 ഡിഫറെന്റ് പാർട്ടികൾ വേണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ KSQ എന്നും SFY എന്നും പേരുള്ള 2 പാർട്ടികൾ. വലിയ ആക്ടേഴ്സ് ഒക്കെ പറയേ അവനവന് ജീവിതാനുഭവം ഉണ്ടെങ്കിൽ അങ്ങനത്തെ റോളുകൾ ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാന്ന് പറയും. ഈ സിനിമയിൽ നല്ല അസലായിട്ട് റൊമാൻറ്റിക് ഹീറോ ആയിട്ടുണ്ട്, അസലായിട്ട് തല്ലുണ്ടാക്കിയിട്ടുണ്ട്. തല്ലുണ്ടാക്കിയ കഥ കുറച്ച് മുന്നേ പറഞ്ഞു. ശരിക്കും ജീവിതത്തിൽ നിന്ന് എടുത്ത റൊമാൻറ്റിക് സീൻസ് ഒക്കെ തന്നെയാണ് അത്. എന്റെ അല്ല, പക്ഷെ ഞാൻ പ്രപ്പോസ് ചെയ്യുന്ന സീനൊക്കെ എന്റെ ഞാൻ കുറെ ഇന്റർവ്യൂലായിട്ട് പറയുന്നു, അവന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്.
അല്ല, നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ എല്ലാവർക്കും അറിയാം അവന്റെ കഥയാണെന്ന്. ആ പ്രപ്പോസ് ചെയ്യുന്ന സീക്വൻസിൽ ഇവൻ ഭയങ്കര അടിപൊളിയാണെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു മാച്ചോ മാൻ ആണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അവൻ പ്രപ്പോസ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ സൈക്കിളിന്റെ ഫ്രണ്ടിലെ കമ്പിയിൽ ഇരുന്നിട്ട് പോയിട്ട് ഈ പെൺകുട്ടീനെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് ആ പെൺകുട്ടിയുടെ പേര് വിളിച്ചിട്ട് എനിക്കതിന് ഭയങ്കര ഇഷ്ടമാണ്, സത്യം കിട്ടും, ദൈവം സത്യം, അമ്മ സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെന്ന് വെച്ചാൽ ഇത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ, അതായത് നമുക്ക് ഏതൊക്കെ ഏരിയ രണ്ടുപേരും ഓപ്പോസിറ്റ് വന്നാൽ നിന്ന് തല്ലാം. പക്ഷെ പ്രേമത്തിന്റെ സമയത്ത് എല്ലാവരും ഭയങ്കര ലവലന്മാരായിട്ട് പോകും. അപ്പൊ അതാണ് ആ സിനിമയിൽ ഞാൻ ടോമിമോട്ടിയോട് പറഞ്ഞു, ഒരു പ്രപ്പോസൽ സീനാണ്, അത് ഇങ്ങനെ ആക്കിയാലോ എന്ന് ചോദിച്ചു. ഇഷ്ടമാണെന്ന് പറയുന്നു. അപ്പൊ തിരിച്ച് അവള് എനിക്ക് ഇഷ്ടമാണ്, ഇനിയിപ്പോ എന്താ വേണ്ടേ. ഇത് ശരിക്കും ഉണ്ടായിട്ടുള്ള വേറൊരു സീക്വൻസ് ആണ്. ടോം ഒരു സ്ഥലത്ത് നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കഥയാണത്. മഹാരാജ് കോളേജിൽ തന്നെ നടന്നിട്ടുള്ളതാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു കഥ. ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ പെൺകുട്ടി പറയണം എനിക്ക് ഇഷ്ടമാണ്, ഇനി എന്താ ചെയ്യണ്ടേ, ഉത്തരം പൊട്ടിപ്പോയി കാമുകന്റെ. അപ്പോൾ ആ ഒരു ഇൻസിഡന്റിൽ എന്റെ ഫ്രണ്ടിന്റെ ഇതും കൂടെ കൂട്ടിയിട്ടാണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഒരു കോൺസ്റ്റന്റ് ഇംപ്രൂവൈസേഷൻ ഉണ്ടായിരുന്നു സിനിമയുടെ ഓരോ സീക്വൻസിലും. ടൊവിനോയായിട്ട് കയ്യിന്നെടുത്ത സീൻസ് എന്തൊക്കെയുള്ള ഡയലോഗുകളൊക്കെ ഇതിൽ ഭൂരിഭാഗം സീനിലും എല്ലാ ആക്ടേഴ്സും ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇംപ്രൂവൈസേഷൻ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ബാക്കി റോൾസിനും ഇപ്പൊ നീരജിന്റെ ഡയലോഗിനൊക്കെ ടൊവിനോ നമ്മൾ ഡിസ്കസ് ചെയ്യും കാര്യം. നമ്മൾ അത് അങ്ങനെയുള്ള സൗഹൃദം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നതിൽ തെറ്റില്ല. നിങ്ങൾ ഫുൾ ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ ഇവിടെ? ആ ക്രൂവിനകത്ത് മൊത്തം സുഹൃത്തുക്കളായിരുന്നു. ഈ ഇൻഡസ്ട്രിയിലെ ടൊവിനോയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ഞാൻ സണ്ണിയുമായിട്ട് നല്ല അടുപ്പമുണ്ട്, സണ്ണി വെയിൻ. പിന്നെ ഈ സൂപ്പർ സ്റ്റാറുകളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല പരിചയമുണ്ട്. അതും പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ അയക്കുന്ന അങ്ങനത്തെ രീതിയിലുള്ള ബന്ധം. അത് ഇപ്പൊ എനിക്ക് പൃഥ്വിരാജായിട്ടും ദുൽഖർ സൽമാനായിട്ടും വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്ത ഒരു ബന്ധമുണ്ട്. പക്ഷെ അതും പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്ക് ചിലപ്പോൾ വർഷത്തിലൊരു 3-4 പ്രാവശ്യമായിരിക്കും മെസ്സേജ് അയക്കുന്നതോ വിളിക്കുന്നതോ. എനിക്കോ അവർക്കോ ഗുണമില്ലാത്തൊരു കാര്യത്തിന് ഞാൻ അവരെ കോൺടാക്ട് ചെയ്ത് വെറുതെ ഹലോ എന്തൊക്കെയുണ്ട് സുഖമാണോ എന്ന് ഞാൻ ചോദിക്കാറില്ല. കാരണം അവർ ഭയങ്കര തിരക്കുള്ള ആൾക്കാരാണ്, എനിക്കും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഫോർമാലിറ്റീസിന്റെ ആവശ്യമില്ല സൗഹൃദം നിലനിർത്താനായിട്ട്. ഒരു മെക്സിക്കൻ അപാരതയില് 2 ക്യാരക്ടർ പോളും കൊച്ചനിയനും, ഏതാ ഫേവറേറ്റ്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഞാൻ ചെയ്തതായതുകൊണ്ട് എനിക്ക് രണ്ടും ഒരുപാട് ഇഷ്ടമാണ്. കൊച്ചനിയനും പോളും 2 കാലഘട്ടത്തിലെ 2 തരം ആളുകളാണ്. കൊച്ചനിയൻ കുറച്ച് സീരിയസ് ഒക്കെ ആയിട്ടുള്ള ഒരു വിപ്ലവകാരിയായിട്ടുള്ള ഒരാള്. പോൾ എന്ന് പറയുന്നത് ഒന്ന് പ്രേമിക്കണം, കോളേജൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കണം, അയ്യോ എന്തിനാണ് വെറുതെ അടിക്കുകയൊക്കെ പോകുന്നത്, അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാള്. ആ പോള് കൊച്ചനീനെ പോലെ ഒക്കെ ആയി മാറുന്നതാണ് ഇതിന്റെ കഥ. ശരി, ഇപ്പൊ ഈ പറഞ്ഞ 2 ക്യാരക്ടർ ഉണ്ടല്ലോ, ഇതിൽ ഒരാൾ വിപ്ലവകാരിയാണ്, മറ്റൊരാൾ ഒരു പഞ്ചാര കുഞ്ചു കൈൻഡാണ്. ഇതിൽ ടൊവിനോ തോമസ് ശരിക്കും ആരാ? ടൊവിനോ ജീവിതത്തിൽ രണ്ടുമുണ്ട്. കാര്യം കൂടുതൽ ഇത് രണ്ടുമല്ല, ഞാൻ ഇതിനിടയ്ക്കുള്ള ഒരു സംഭവമാണ്. ഞാൻ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണ്. ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഈ പറഞ്ഞ വിപ്ലവകാരിയെ പോലെ ചിന്തിക്കും, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ കയ്യും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോവാം എന്ന് വിചാരിച്ചാൽ അത്രയും സ്ട്രോങ് നിയമങ്ങളൊന്നും ഇല്ല ഇവിടെ. അക്രമമായിട്ട് മുന്നോട്ട് പോയാൽ അപ്പൊ നമ്മളെ പിടിച്ചകത്തിടാനുള്ള നിയമമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വിപ്ലവം പലപ്പോഴും മനസ്സിൽ ഇരിക്കുകയാണ്. പിന്നെ പൈങ്കിളി എന്ന് പറയുന്ന പ്രേമിക്കുന്ന സമയത്തൊക്കെ പൈങ്കിളിയാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. പ്രണയം പൈങ്കിളി ആവുന്നതാണ് ഭംഗി. പിന്നെ ഉണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ അത് പൈങ്കിളി ആവണമെന്ന് നിർബന്ധമില്ല. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള വേറൊരു ഡൈമെൻഷനിലുള്ള പ്രണയമുണ്ട്. നല്ല ഭംഗിയായിട്ട് സംസാരിക്കണ്ടല്ലോ, പ്രസംഗിക്കാനൊക്കെ പോയിട്ടുണ്ടോ? അത് ഞാനിപ്പോ ഈ ഇടയായിട്ട് എനിക്ക് എന്തോ മറ്റേ ഈ ഭാഷാവരം കണ്ട് കിട്ടിയെന്ന് തോന്നുന്നു. ഈ ഇടയായിട്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചു തുടങ്ങിയത്. അത് ഇവിടെ മാത്രമല്ല, ഫേസ്ബുക്കിൽ നല്ല സംസാരമാണല്ലോ. ചില കാര്യങ്ങൾ മനസ്സിൽ തോന്നുന്നു, നമ്മൾ പറയുന്നു, പറയേണ്ടതെന്ന് തോന്നുന്നു മാത്രം പറയുന്നു. ഫേസ്ബുക്കിൽ എഴുതിയത് കൊണ്ട് വിപ്ലവം ഉണ്ടാവുന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പലപ്പോഴും വായനയിൽ നിന്നും യാത്രയിൽ നിന്നൊക്കെയാണ് ഞാനൊരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഇവോൾവ് ചെയ്യാനുള്ള എനർജി കണ്ടെത്തുന്നത്. അപ്പോൾ എൻ്റെ എന്തെങ്കിലും വാക്കുകൾ വായിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആവാനുള്ള ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ എഴുതുന്നത് മുഴുവൻ. ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളവർ, അവർക്ക് ഞാൻ ചിലപ്പോൾ ഒരു കോമൺ സെൻസിൽ നിന്ന് വരുന്ന ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്ന പോലെ അങ്ങനെ ആയിരിക്കാം. അല്ലാതെ ഫേസ്ബുക്കിൽ എന്തെങ്കിലും എഴുതി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വിപ്ലവം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഒരു മണ്ടനല്ല ഞാൻ. പിന്നെ എന്റെ ഫ്രസ്ട്രേഷൻസ് മൊത്തം ഫേസ്ബുക്കിൽ പറഞ്ഞു തീർക്കാൻ ഞാനൊരു ഡെസ്പറേറ്റ് കോളേജ് കിഡും അല്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയുന്നതിന് വ്യക്തമായിട്ടുള്ള ഉദ്ദേശമുണ്ട്. 28 വയസ്സുള്ള ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു യുവാവാണ് അല്ലേ? തീർച്ചയായിട്ടും. ടൊവിനോ സംസാരിക്കുമ്പോൾ ആരെങ്കിലും പറയണ്ടോ പൃഥ്വിരാജ് സംസാരിക്കുന്ന ഒരു ഇല്ല, അത്രയും ഭാഷാജ്ഞാനൊന്നും എനിക്ക് ഒരിക്കലും ഇല്ല. കാര്യം ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും നല്ല വൃത്തിയായിട്ട് സംസാരിക്കുന്ന ആളാണ് അദ്ദേഹം. എനിക്ക് അത്രയ്ക്കും വൊക്കാബുലറി ഒന്നും എനിക്ക് എന്തായാലും ഇല്ല. പൃഥ്വിരാജിൽ നിന്ന് ഞാൻ ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. പുള്ളി ചെയ്യുന്ന പല കാര്യങ്ങളിലും ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞത് മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും പല ട്രേറ്റ്സും നമ്മൾ അഭിനയിക്കുമ്പോൾ കാണുന്നുണ്ടെന്നാണ്. അത് അതായത് അവര് കാണുന്നത് അവർ മമ്മൂക്കയും ലാലേട്ടനുമാണ് അവർക്ക് അറിയാവുന്നത്. ഞാൻ അവിടെ ചെന്ന് എന്റെ പെരുമാറ്റത്തിൽ ഇതുണ്ടെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഞാൻ പറഞ്ഞു ഉണ്ടാവും. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ അവർ സിനിമയിലുണ്ട്, അവരിപ്പോഴും സിനിമയിലുണ്ട്. അപ്പൊ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ജീവിതത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും ഡയലോഗ് പറഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും? ഇല്ല, മലയാളികളിൽ ഇല്ല. നമ്മുടെ ജനറേഷനൊക്കെ
ഭയങ്കരമായിട്ട് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പൃഥ്വിരാജ് സ്റ്റാറാണ്. പുള്ളി ഭയങ്കര യങ് ആയിരിക്കുന്ന സമയത്ത് തന്നെ സിനിമയിൽ വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഇൻസ്പയർഡ് ആവാൻ കൊള്ളാവുന്ന ഒരാളാണ്. അപ്പൊ ഇൻസ്പിറേഷൻസ് വന്നിട്ടുണ്ടാവാം. മോറൽ ഓഫ് ദി സ്റ്റോറി എല്ലാം തികച്ചും യാദൃശ്ചികം മാത്രമാണ് അല്ലേ? അതെ. ഞാൻ കേട്ടിട്ടുള്ളതാണ് ഈ തൃശ്ശൂർക്കാർക്ക് ബാക്കിയുള്ള ഭാഷകൾ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ? അങ്ങനെ ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ളതിൽ മലയാള സിനിമയിൽ ഏറ്റവും നന്നായിട്ട് മറ്റു ഭാഷകൾ പഠിക്കുന്നത് മമ്മൂക്കയാണ്. മമ്മൂക്ക എന്ത് പഠിച്ചാലും കറക്റ്റ് ആയിരിക്കും. കാസർഗോഡൊക്കെ കറക്റ്റ് ആയിരിക്കും. അതൊരു കഴിവ് തന്നെയാണ്. പറ്റുമോ? എനിക്ക് അങ്ങനെ ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടില്ല, പക്ഷെ കുറച്ചൊക്കെ പറ്റുമായിരിക്കും. ഒരു ന്യൂട്രൽ സ്ലാങ് ആണ്. കൊച്ചി ഭാഷ പറ്റുമോ? എന്താണ് ഈ പറയണത് ഇപ്പോൾ? അത് എന്റെ ഒരു ഫ്രണ്ട് എപ്പോഴും കളിയാക്കും. ഞങ്ങള് വർക്ക് ചെയ്യുന്ന സമയത്ത്, ട്രെയിനിങ്ങിന്റെ സമയത്ത് തൃശ്ശൂർ സ്ലാങ്ങിനെ അവൻ ഭയങ്കരമായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ തിരിച്ചു അങ്ങോട്ട് അടിച്ചു, കൊച്ചിൻ സ്ലാങ്ങും ഭയങ്കര മറ്റേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, ഓടോടെ ഞാൻ പക്ഷെ കൊച്ചൊന്നുമില്ല, ഞാൻ കളമശ്ശേരിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഈ വന്യാണ് പോണേന്നൊക്കെ പറയണത് നിങ്ങളുടെ ആൾക്കാരല്ലേ എന്ന് പറഞ്ഞപ്പോ അവൻ പറയണത്, അത് ഇവിടെ ഒന്നല്ല, അത് ഫോർട്ട് കൊച്ചിയാണ്. എന്നാ ഫോർട്ട് കൊച്ചി എന്താ കൊച്ചിയല്ലേ? അത് അങ്ങ് അറ്റുവാണ്. അവൻ പറഞ്ഞപ്പോ അവൻ ആ സ്ലാങ് തന്നെയാണ് അവൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. എല്ലാ സ്ലാങ്ങും നമുക്ക് പിടിക്കാനൊക്കെ പറ്റും. അതിന് പ്രോപ്പർ ട്രെയിനിങ് എടുത്താൽ മതി. ഇത്ര ബുദ്ധിമുട്ടുള്ളതായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്? ഇതൊരു വന്നില്ല കേട്ടോ, അങ്ങനെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? ഈ ന്യൂട്രൽ സ്ലാങ് പഠിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കുറച്ച് മറ്റേ കാലിക്കറ്റിന്റെ ഒക്കെ ഒരു ടിൻറ്റുള്ളൊരു ക്യാരക്ടർ, ടിൻറ്റുള്ള ഒരു ലാംഗ്വേജ് സ്ലാങ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മൊയ്തീനിലൊക്കെയാണ്. അതും എളുപ്പമല്ല. അതായത് ഇപ്പൊ ഞാൻ തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല തൊട്ടടുത്ത തൃശ്ശൂർക്കാരൻ സംസാരിക്കുന്നത്. ഇരിങ്ങാലക്കുട തൃശ്ശൂരിലാണ്, പക്ഷെ ആ തൃശ്ശൂർ ഭാഷയല്ല ഇപ്പൊ തൃശ്ശൂർ നമ്മൾ ടൗണിൽ മാർക്കറ്റിൽ പോയിട്ട് സംസാരിക്കുന്നത്. അപ്പൊ ഏത് പിടിക്കണം എന്നുള്ളതനുസരിച്ച് അവിടെ ഉള്ള ഒരാളിൽ നിന്ന് അയാളെ കൂടെ നിർത്തി അഭിനയിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. ചേട്ടാ ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്, ചേട്ടൻ എങ്ങനെയാണ് പറയുന്നത്, ഓക്കെ അത് കേട്ട് അപ്പൊ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. സ്വന്തം നാട്ടിൽ ഇപ്പൊ അത്യാവശ്യം ഫേമസ് ഒക്കെ ആയോ? അത്യാവശ്യം സ്വീകരണമൊക്കെ കിട്ടിയോ? അതൊക്കെ ഉണ്ട്. പണ്ട് ആൾക്കാർക്ക് അത്യാവശ്യം സ്നേഹമുണ്ട്. എത്ര സ്വീകരണത്തിൽ പങ്കെടുത്തു? അതിപ്പോ അവിടെയുള്ള പരിപാടികൾക്കൊക്കെ എന്നല്ലേ വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ പോവുകയും ചെയ്യും. അതിന് കാശ് വാങ്ങിക്കോ? ചിലതൊക്കെ വാങ്ങിക്കോട്ടോ. വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പരിപാടികളൊക്കെ ആണെങ്കിൽ കാശ് വാങ്ങിക്കും. ഒരു തനി ഇരിങ്ങാലക്കുടക്കാരനാണല്ലേ, വർത്താനത്തിലൊക്കെ ഉണ്ടത്. തനി ഇരിങ്ങാലക്കുടക്കാരൻ? അത് ഞാനൊരു സാധാരണ മനുഷ്യനാണല്ലോ. എന്നെ ഇപ്പോഴും നിങ്ങൾ ഇരിങ്ങാലക്കുടയൊക്കെ വന്നാൽ കാണാം വഴിക്കൊക്കെ നടന്നു പോകുന്നത്. ഇരിങ്ങാലക്കുട പോകണമെന്നില്ല, നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ശരിക്കും നോക്കി നടന്നാൽ മതി. എറണാകുളത്തൊക്കെ പലയിടത്തും വഴി നിൽക്കുന്ന കാണാൻ തന്നെ. സിനിമാ തിയേറ്ററിലെ ടിക്കറ്റിന്റെ ക്യൂ നിൽക്കുന്നുണ്ടെന്ന് കാണാൻ. ഭക്ഷണം കഴിക്കാണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഏതെങ്കിലും റെസ്റ്റോറന്റിൽ ഞാൻ അൽഫാം കഴിക്കാനൊക്കെ ചാടിക്കറി വരുന്നത് കാണാം. എനിക്ക് ഈ ഒരു സ്വാതന്ത്ര്യം ഞാൻ ഇപ്പോഴും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഭക്ഷണപ്രിയനാണോ? ആണ്, ഭയങ്കര ഭക്ഷണപ്രിയനാണ്. എന്ത് കിട്ടിയാലും കഴിക്കുന്ന ആളാണ്. പക്ഷെ പുതിയ പുതിയ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ഒരു കൊതി എപ്പോഴും ഉണ്ട്. ഞാൻ ഒരു മൺസൂൺ മാംഗോസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് യു എസിൽ അവിടെ ന്യൂ ഓർലിയൻസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത്. ഞാൻ ട്രൈ ചെയ്ത് അലിഗേറ്റർ ബീറ്റ് ആയിരുന്നു. സീരിയസ്ലി? നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ഞാൻ ഇവിടെ നമ്മുടെ ചൈന പോയിരുന്നു, അപ്പോഴും കുറെ സാധനങ്ങളൊക്കെ കഴിച്ചു. ഞാൻ എന്തൊക്കെ കഴിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഭക്ഷണം കഴിപ്പ് നിർത്തും. ഉള്ള ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ പോയി കിട്ടും. ഈ റൗണ്ടിന്റെ പേര് പഞ്ച് ക പഞ്ച് എന്നാണ്. ഇതിൽ ഞാൻ 5 വാക്കുകൾ പറയും. ഇത് പറയുമ്പോൾ എന്താണോ മനസ്സിൽ വരുന്നത്, ഒരുപക്ഷെ ഒരാളുടെ മുഖമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, ഒരു കഥയായിരിക്കാം, അത് പറഞ്ഞാൽ മതി. ഓക്കെ, ഈ കളി ഞാൻ കളിച്ചിട്ടില്ല, എന്നാലും കളിച്ചു നോക്കാം. നൊസ്റ്റാൾജിയ? അത് സ്കൂള്, കോളേജ്, അങ്ങനത്തെ. എന്തോരം മാത്രം നൊസ്റ്റാൾജിയോടെ ഇരിക്കണേ? പ്രണയം. അത് ഒരു +2 ഒക്കെ ആയിരിക്കും എന്റെ ഏറ്റവും നൊസ്റ്റാൾജിയ. +1 +2. എത്ര വർഷം പ്രണയിച്ചിട്ടുണ്ട്? 10 കൊല്ലം. എത്ര പ്രാവശ്യം പ്രണയിച്ചിട്ടുണ്ട്? എത്ര പ്രാവശ്യം? വൺ സൈഡഡ് പ്രണയങ്ങൾ 2-3 ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. 2 സൈഡഡ് പ്രണയം ഒന്നേ ഉള്ളൂ. വേറെ ആരോ എല്ലാരും നോ പറഞ്ഞു? ബാക്കിയുള്ളവരൊക്കെ നാട്ടിലൊക്കെ നല്ല പേരായിരുന്നേ. ശരി, സേഫ് സോൺ എന്ന് പറയുമ്പോ? സേഫ് സോൺ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും റൂമിനകത്ത് അടച്ചു കൂട്ടിയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സേഫ് സോൺ. റിസ്ക് എടുക്കാൻ ഇഷ്ടം എപ്പോഴും? റിസ്ക് എടുക്കുന്നതല്ല, എനിക്ക് റിസ്ക് സാപ്പിടാൻ അല്ല, റിസ്ക് എടുത്താലേ അല്ല. അതായത് സേഫ് സോൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെയല്ലേ, ഒരു മുറിക്കകത്ത് ഒളിച്ചിരിക്കുന്നല്ലേ, റിസ്ക് എടുക്കണ്ടേ? ത്രില്ലല്ലേ അത്. നമ്പർ 3, റൊമാൻസ് എന്ന് പറയുമ്പോ എനിക്ക് ഷാരൂഖ് ഖാൻ റൊമാൻസ് ആയി രസം തോന്നി. ഞാൻ വിചാരിച്ചു ഭാര്യയുടെ പേര് പറയുന്നു, ലേഡിയുടെ പേര് പറയുന്നു. ഞാൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാ പറഞ്ഞു. റൊമാൻസ് എന്ന് പറയുമ്പോൾ ഷാരൂഖ് ഖാന്റെ ചില റൊമാൻസ് ഒക്കെ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരേ സാധനം തന്നെയാണ് പിന്നെയും കാണുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഭംഗിയായിട്ട് തോന്നുന്നത്. പുള്ളിയുടെ വല്ല റൊമാൻറ്റിക് സീനും അനുകരിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? പുള്ളി വേറെ ഐറ്റമാണ്, നമുക്കൊന്നും അനുകരിക്കാൻ പറ്റിയ സാധനമല്ല. ശരി, ഡയലോഗ് എന്ന് പറയുമ്പോൾ? ഡയലോഗ് എന്നൊക്കെ പറയുമ്പോൾ രഞ്ജി പണിക്കരാണ് മനസ്സിൽ പറയുന്നത്. ഞാൻ ചില സമയത്തൊക്കെ ഡയലോഗ് തോൽവിയാണ്. അതെ, ചില സമയത്തൊക്കെ ഡയലോഗ് തോൽവിയാണ്. എനിക്ക് ഈ പറയുന്ന ഭയങ്കര അച്ചടി ഭാഷയിലുള്ള ഡയലോഗൊന്നും ഇല്ല. എനിക്ക് അതിനേക്കാളും ഒരു സംസാര ഭാഷയിലുള്ള ഡയലോഗാണ് എളുപ്പം. ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ഡയലോഗൊക്കെ അത് ഇനിയും എനിക്ക് എക്സ്പീരിയൻസ് ആവേണ്ടിയിരിക്കുന്നു. ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ഈ അച്ചടി ഭാഷയിലുള്ള നാടക ഡയലോഗുകൾ പോലത്തെ ഡയലോഗുകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും. പുരാണ സിനിമയൊക്കെ അഭിനയിക്കുമ്പോൾ എൻ്റെ തൃശ്ശൂർ ഭാഷ വരുമെന്നുള്ള പേടിയൊക്കെ എനിക്കുണ്ട്. ഞാനിപ്പോ ഞാൻ എന്റെ മോഡുലേഷൻ ഞാൻ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ അതിന് എഫോർട്ട് എടുത്ത് ഞാൻ ട്രെയിൻ ചെയ്യുന്നുണ്ട്. കൂട്ടടി എന്ന് പറയുമ്പോ കോളേജിൽ ഞാൻ താമസിച്ചിരുന്ന സ്ഥലം സിട്ര. കൂട്ടടിയാണ്. അതെ, അത് കൂട്ടടിയാണ്. അവസാനം പോലീസ് വരുമ്പോ എല്ലാം കമ്പിവേലി ചാടിയൊക്കെ ഓടി പോകുന്ന കൂട്ടടി. അതെനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. ചാടിയിട്ടുണ്ട് കുറെ കമ്പിവേലി. ചാടാനേ നേരം ഉണ്ടായിട്ടുള്ളൂ.
അതായത് ഒരുപാട് വഴികളുണ്ട്. എനിക്ക് ഞാൻ കുറെ കൊല്ലം അവിടെ താമസിച്ച കാരണം കൊണ്ട് എനിക്ക് അവിടുത്തെ എല്ലാ വഴികളും അറിയാവുന്ന കാരണം കൊണ്ട് ഞാൻ ആദ്യം ഓടി വീട്ടിലെത്തും. എന്തൊക്കെയാ ചെയ്തിരുന്നെ? പല്ലക്കടിച്ചു ഒഴിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ട്. പോകുന്നത് ഇത് വേറെ എന്തെങ്കിലും ചോദിക്കുന്നത് തമാശ കളിക്കില്ല, വെറുതെ ആൾക്കാരെന്നെ ഇഷ്ടപ്പെട്ട് വരാണ്. നല്ലൊരു ട്രാവൽ ഫ്രീക്കാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ലോണം യാത്ര ചെയ്യാൻ ഇഷ്ടം അല്ലേ? ഭയങ്കര ഇഷ്ടമാണ് യാത്ര ചെയ്യാനായിട്ട്. പക്ഷെ അത് ടൂറിസ്റ്റ് ആയിട്ടല്ല, ട്രാവൽ റൈഡ് യാത്ര ചെയ്യാനാണ് ഇഷ്ടം. സിനിമയിൽ വന്നതിന് ശേഷമാണോ കൂടുതൽ രാജ്യങ്ങളിലും ഒക്കെ പോയിട്ടില്ല, കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുള്ളത്? ഞാൻ ഇന്ത്യക്ക് പുറത്ത് പോകുന്ന സിനിമയിൽ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് ഇന്ത്യക്ക് അകത്തുള്ള പലയിടത്തും പോയിട്ടുണ്ട്. വൈഫിനെ കൊണ്ട് എവിടെയൊക്കെ പോയിട്ട്? ഈ അടുത്ത് ലക്ഷദ്വീപ് പോയി. ഈ അടുത്ത് ലക്ഷദ്വീപ് പോയിരുന്നു. പിന്നെ ഇനിയും പോകാൻ കിടക്കുന്നുണ്ട് ഒരുപാട് സ്ഥലത്തേക്ക്. ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്, അവിടേക്ക് ഇവിടേക്കൊക്കെ പോകാറുണ്ട്. ഇന്ത്യക്ക് പുറത്തൊന്നും ഇതുവരെ ഞാൻ ലക്ഷദ്വീപ് ആയിരിക്കും ഇന്ത്യക്ക് പുറത്ത് പോയത്, ടെക്നിക്കലി സ്പീക്കിംഗ്. യെസ്, അഡ്വഞ്ചർ സ്പോർട്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഡൈവിംഗിന് പോയല്ലേ? സ്കൂബ ഡൈവിംഗ് എന്താ പോയേ? ഞാൻ സ്കൈ ഡൈവിംഗ് ചെയ്തു ദുബായിന്ന്. ഞാനും നീരജും കൂടെ ചെയ്തത്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ലക്ഷദ്വീപില് സ്ക്യൂബ ഡൈവിംഗ് ഒരു 2-3 തവണ ഞാൻ ചെയ്തു. പേടിയൊന്നുമില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിനെ കൊണ്ടാ പോയത്? അതെ അതെ. അവള് ഇതിനേക്കാളും ക്രേസി ആയിരിക്കും. അച്ഛൻ്റെ അല്ലേ മോള് അല്ലേ? ഞാൻ അങ്ങനെ ആയിരിക്കും ട്രെയിൻ ചെയ്യിക്കാൻ പോകുന്നത്. ഒറ്റ ജീവിതമേ ഉള്ളൂ, അത് പരമാവധി എക്സ്പീരിയൻസസ് കൊണ്ട് നിറഞ്ഞായിരിക്കണം. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണോ ബേസിക്കലി? അഡ്വഞ്ചറസ് എന്നല്ല, പുതിയ എക്സ്പീരിയൻസസിനോട് ഭയങ്കര താല്പര്യമുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യമായിട്ട് പറയാം. ഏറ്റവും കൂടുതൽ ഫാൻസ് ഫീമെയിൽ ഫാൻസ് ആണെന്നാണോ അതോ മെയിൽ ഫാൻസ് ആണെന്നാണോ സ്വയം അറിഞ്ഞിരിക്കുന്നത്? എന്റെ അറിവില് മെയിലാണ്. കാര്യം അവരാണ് എന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഫീമെയിൽ ഫാൻസ് ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഈ ഒരു ഫാൻസ് എന്നുള്ള നിലയ്ക്കല്ല ഞാൻ കാണുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നേ ഞാൻ പറയൂ. നല്ല ഇഷ്ടമല്ലേ ഓരോരുത്തർ പറയും. സന്തോഷമാണ്. അതായത് ഒരുപാട് പേര് നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നതിൽ ഭയങ്കരമായിട്ടുള്ള സന്തോഷമുണ്ട്. അവരോടൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്നേഹമുണ്ട്. ഫേസ്ബുക്കിലൊക്കെ സ്വന്തമായിട്ടാണ് എല്ലാത്തിനും റിപ്ലൈ ഒക്കെ കൊടുക്കണേ? റിപ്ലൈ കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. എല്ലാ മെസ്സേജുകൾക്കും ഒന്നും റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ചിലവര് ചൊറിയാനായിട്ട് ഫേസ്ബുക്കിൽ ചില മെസ്സേജ് ഒക്കെ അല്ലെങ്കിൽ ചില പോസ്റ്റിന് താഴെയൊക്കെ റിപ്ലൈ ആക്കില്ലേ? അപ്പൊ ഞാൻ കണ്ടിട്ടുള്ള ടൊവിനോ റിപ്ലൈ ചെയ്യുമ്പോൾ വളരെ വളരെ മാന്യമായിട്ട് തന്നെ ഭാഷ ഉപയോഗിക്കാറുണ്ട്. അത് ശരിക്കും അങ്ങനെയാണോ അത് ഉള്ളിൽ ദേഷ്യം പിടിച്ചിട്ടാണോ അത് എഴുതുന്നത്? സത്യമായിട്ട് നമ്മുടെ ലിജോ ജോസ് പലിശ്ശേരി പുള്ളി ഒരു ലൈവ് വന്നപ്പോ അതിന്റെ താഴെ ഒരുത്തം വന്നു ഒന്ന് പോടാപ്പാന്ന്. എന്തിനാ? വെറുതെ ഒരു കാര്യമില്ലാതെ വെറുതെ ചൊറിയാൻ. പുള്ളി തിരിച്ചു കൊടുത്ത മറുപടി എന്താ അറിയോ? ഞാനും പലപ്പോഴും കൊടുത്തിട്ടുള്ള മറുപടിയാണ്, വീട്ടിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ സുഖം തന്നെയെന്ന് കരുതുന്നു. നമ്മൾ നിൽക്കുന്ന നിലയനുസരിച്ച് നമുക്ക് തിരിച്ച് പല കാര്യങ്ങളും പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ കൺവേ ഉള്ള കാര്യങ്ങൾ മാന്യമായ രീതിയിൽ കൺവേ ചെയ്യണം. പക്ഷെ ചൊറിയുന്നതിനേക്കാൾ അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം. സിനിമയിൽ എന്താ ടോവിയുടെ ഏറ്റവും വലിയ ആഗ്രഹം? എന്തെങ്കിലും ഒരു സിനിമയൊക്കെ ഡയറക്ട് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു സ്വപ്നമൊക്കെ ഉണ്ട്. അതൊരു ആഗ്രഹം എന്ന് പോലും പറയാൻ പറ്റില്ല, ഒരു സ്വപ്നമാണ്. കാര്യം അത് ഒരുപാട് കാലിബർ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഒരുപാട് എഫേർട്ടും ഈ സ്ട്രെസ്സും ഒക്കെ കൺട്രോൾ ചെയ്യാനും ഈ ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റണം, എല്ലാവരും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റണം. അത് വലിയ ജോലിയാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊക്കെ ഞാൻ പ്രാപ്തനായാൽ ഡയറക്ഷനൊക്കെ ചെയ്താൽ കൊള്ളാന്നൊരു സ്വപ്നമുണ്ട്. ഇപ്പൊ നോക്കി ഇപ്പൊ എല്ലാ നടന്മാരും നടിമാരൊക്കെ അത്യാവശ്യം പാടാൻ നല്ല ശബ്ദമുള്ളവരൊക്കെ പാടുന്നൊക്കെ ഉണ്ടല്ലോ. ടോവിനോയുടെ ശബ്ദം നല്ലതാണ്. അപ്പൊ അങ്ങനെ വല്ല ഓഫറൊക്കെ വന്നു ചെയ്യോ? എനിക്കറിയില്ല, എന്റെ ഒരു കപ്പാസിറ്റി വെച്ചിട്ട് ഞാൻ പാടുന്നതിനെ ഭംഗിയാക്കാൻ ആ സോഫ്റ്റ്വെയറിന് പറ്റുമോന്ന്. പക്ഷെ ആൾക്കാർ പറയുന്നു ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ട്, നമ്മളുടെ ചെറിയ പിച്ച് ഔട്ടായി പോയാലും ചെറിയ ഇത്തിരി പ്രശ്നമൊക്കെ വന്നാലും ആ സോഫ്റ്റ്വെയർ നന്നാക്കുമെന്ന് പറയുന്നു. ബാത്റൂം സിംഗർ ആണോ? ബാത്റൂം സിംഗർ ആണ്. ഹിന്ദി പാട് അല്ല, മലയാളമാണ്. ഞാൻ പഴയ മലയാളം പാട്ടുകളുടെ ആളാണ്. അപ്പൊ അങ്ങനെ ആ സോഫ്റ്റ്വെയർ സഹായിച്ചാൽ ചിലപ്പോൾ പാടും. ഇനിയിപ്പോ ആ സോഫ്റ്റ്വെയറും കൈവിട്ടാൽ ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ അത്യാവശ്യം നല്ല ഫാൻ ഫോളോയിങ് ഒക്കെ ഉള്ള ഒരാളാണ് ടോവിനോ. ഇനി നല്ല നല്ല റോളുകളൊക്കെ കിട്ടിയിട്ട് വീണ്ടും നല്ല തിരക്കുള്ളപ്പോ ഞാൻ ഇതുപോലെ വിളിച്ചു വരുത്താം കേട്ടോ. അന്ന് എനിക്ക് കുറച്ച് കൂടുതൽ സമയം തരണം. സമ്മതിച്ചോ? സമ്മതിച്ചു തീർച്ചയായിട്ടും.